പുഷ്പ എന്നാൽ ഫയർ അല്ല, വൈൽഡ് ഫയർ. ഇപ്പൊ നാഷണൽ ആണെന്ന് കരുതിയോ? ഇന്റർനാഷണൽ. തെലുങ്ക് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ളത് കേരളത്തിലാണ്, കളക്ഷൻ ഉള്ളതും കേരളത്തിലാണ്. അല്ലുവിന്റെ സാലറി 300 കോടിയൊന്നും എനിക്ക് തോന്നുന്നില്ല, പക്ഷെ ഓൾമോസ്റ്റ് പുഷ്പ 3 ലീഡ് വെച്ചിട്ടാണ് ഈ പടം തീരുന്നത്. രേഷ്മയ്ക്കുമായിട്ടുള്ള റൊമാൻറ്റിക് ഒരു സീനുണ്ട്, ഭയങ്കര റൊമാൻസ് സീനുണ്ട്. അത് അങ്ങനെ ആദ്യം സീൻ മൊത്തമായിട്ട് കണ്ടു കഴിഞ്ഞപ്പോ എനിക്ക് തന്നെ ഐഡിയ റെഡി ഇപ്പൊ എടുക്കുക അങ്ങനെ തോന്നിയ ഒരു സീനാണ്. ലിറിക്കൽ വീഡിയോയിൽ ഒരു 20 സെക്കൻഡ് ഡാൻസ് വെച്ചിട്ടുണ്ട്. എന്ത് എനർജിയാണ് ചെയ്തിരിക്കുന്നത് ഒരു കൂടെ. നമ്മൾ ഡബ് ചെയ്യുമ്പോൾ ഫൈനൽ ജോലി കഴിഞ്ഞ ഫ്രെയിം അല്ല കാണുന്നത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഗ്രാഫിക്സ് കഴിയാത്ത വേർഷൻ ആയിരിക്കും കാണുന്നത്. അപ്പൊ ഫൈറ്റ് സീനൊക്കെ ആണെങ്കിൽ റോപ്പ് കാണാം, എല്ലാം കാണാം, ടെക്നിക്കാലിറ്റീസ് നേരെ കാണാം. അന്നത്തെ ഫഹദിന് അറിയാവുന്ന നിഖിൽ ഉൾപ്പെടെയുള്ളവർക്ക് അത്ഭുതമായിരിക്കും. ആ ഫഹദ് അല്ല ഉറപ്പായിട്ടും ഈ ഫിഗർ. എവിടെയോ ഇതൊരു വെച്ചുമാറ്റം നടന്നിട്ടുണ്ട്. പാർട്ടി ഉണ്ട് പുഷ്പ, പാർട്ടി ഉണ്ട്. ഒരു മൊബൈൽ ഷോപ്പിൽ മൊബൈൽ ഫോൺ മേടിച്ച് കൈ പിടിച്ചിട്ട് ഫഹദ് ഇങ്ങനെ റോഡ് ക്രോസ് ചെയ്യുന്നു. അപ്പൊ ഞാൻ പെട്ടെന്ന് വണ്ടി നിർത്തി ഓടിച്ചെന്ന് മച്ചാനെ എത്ര നാളെ കണ്ടിട്ട് ഒന്നും പറഞ്ഞ ഞാൻ പടം കണ്ടു, അസലായിരിക്കും, നിങ്ങൾ ഗംഭീരമായിട്ടുണ്ട്, സൂപ്പർ ആയിട്ടാണ് പറഞ്ഞു. എന്താ ഇവിടെ ഞാൻ മൊബൈൽ ഫോൺ മേടിക്കാൻ വേണ്ടി വന്നതാ. എനിക്ക് തോന്നുന്നു അല്ലു അർജുൻ ഒരിക്കലും ഇമ്മീഡിയറ്റ്ലി പോയിട്ട് 3 ചെയ്യരുത്. 3 വർഷം തന്നെ പുഷ്പയ്ക്ക് വേണ്ടി പോയി. ഹൈ വോൾട്ടേജ് സാധനം മാത്രം ചെയ്താലുള്ള കുഴപ്പം മനസ്സിലായി. ഇങ്ങനെ താഴത്തേക്ക് വരണം, പോയി ചെറിയ പടം ചെയ്ത് എന്നിട്ട് അടുത്ത പടം വലുത് അങ്ങനെ ചെയ്യണം. ഓൾ അബൌട്ട് മാർക്കറ്റ് അല്ലേ. ഇപ്പൊ 200 കോടി അടുത്ത പടത്തിന്റെ കച്ചവടം നടക്കാൻ പോകുന്നത് 1500 കോടിക്കാണെങ്കിൽ ഈ 200 കോടി 300 കോടിയായിട്ട് മാറും. വിജയ് ദേവരകൊണ്ട ഉണ്ടെന്നും കേൾക്കണ്ട. 2 പടം തുടങ്ങുന്ന ആദ്യത്തെ സീൻ വേറൊരു രാജ്യമാണ്. ഫസ്റ്റ് വേറൊരു രാജ്യത്ത് നിന്നാണ് തുടങ്ങുന്നത്. ഹൈ ക്വാളിറ്റി മെറ്റീരിയൽസ് കൊണ്ടാണ് നമ്മുടെ ഓരോ വീടും നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 10 വർഷത്തെ വാറന്റിയാണ് നമ്മുടെ ഗ്യാരണ്ടി. ഇതുപോലൊരു വീടല്ലേ സർ ആഗ്രഹിക്കുന്നത്? ഇങ്ങനൊരു വീട് ആരാണ് ആഗ്രഹിക്കാത്തത്? ബേറ്റ് ഹോംസ് ഫോർ കേരളാസ് ലീഡിംഗ് ടെക് എനേബിൾഡ് ഹോം ബിൽഡർ. നമസ്കാരം. വൈൽഡ് സ്റ്റോൺ മേക്കേഴ്സിന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. വൈറ്റ് ഹോംസ് ഫോർ പ്രസൻസ് ദ ക്രൂവിൽ ഇന്ന് എന്നോടൊപ്പം ജിസ് ജോയ്. ഹലോ ജിസ്. താങ്ക് യു. നമസ്കാരം. ആഫ്റ്റർ എ വെരി ലോങ് ടൈം. യെസ്, ആഫ്റ്റർ വെരി വെരി ലോങ് ടൈം. പക്ഷെ ഇന്നിപ്പോ ജിസിന്റെ കൂടെ ജിസിനെ ഇന്റർവ്യൂ ചെയ്യാനായിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോ ഐ ഫീൽ സോ പ്രൗഡ്. എത്രയോ വർഷങ്ങളായിട്ട് എനിക്ക് അറിയാവുന്ന ആളാണ്. പക്ഷെ അവിടെ നിന്ന് ഞാൻ ഇന്നിപ്പോ ജിസിനെ കാണുമ്പോൾ ജിസിന്റെ ഒരു വളർച്ച, ആ ഒരു ഗ്രാഫ് എന്ന് പറയണത് ഞാനൊക്കെ തുടക്കത്തിൽ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരാണ്. നമ്മളെല്ലാവരും വളർന്നുകൊണ്ടിരിക്കല്ലേ, രമ്യയൊക്കെ എല്ലാവരും. എന്നാലും നിങ്ങളൊക്കെ ഇപ്പൊ പാൻ ഇന്ത്യൻ ലെവലോ ഇന്റർനാഷണൽ ലെവലിലൊക്കെ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയല്ലേ. ജിസിന്റെ ഇപ്പൊ ഏറ്റവും വലിയ സന്തോഷം ന്യൂസ് എന്ന് പറയുന്നത് തന്നെ ഇന്നിപ്പോ ജിസ് ഇവിടെ ഇരിക്കുന്നത് തന്നെ ജിസ് എത്രയോ മൂവീസിന് ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. സ്വന്തം മൂവി, സ്വന്തം ബേബീനെ നാട്ടുകാരുടെ മുമ്പിലേക്ക് കാണിക്കുമ്പോഴുള്ള ആ ഒരു പ്രൊമോഷന്റെ അതേപോലെ തന്നെയാണ് ഇന്ന് ഒരു ഡബിങ് ആർട്ടിസ്റ്റ് ആയിട്ട്, അതായത് പുഷ്പ 2ന്റെ പ്രൊമോഷന്റെ സമയത്തും ഇന്നിപ്പോ ജിസ് ഇരിക്കണത്. ആ ഒരു ഫീൽ എങ്ങനെയുണ്ട് ജിസ്? നമ്മള് നമ്മള് പറയില്ലേ, എന്ത് ചെയ്യുമ്പോഴും അതിനോട് 100% എന്താ പറയാ സത്യസന്ധമായിട്ട് ചെയ്യാന്നുള്ളതാണ്. 100% അതിന്റെ ഒപ്പം നിൽക്കുക എന്നുള്ളതാണ്. ഈ 2007 അതിനുശേഷം അല്ലുവിന്റെ എത്ര സിനിമ നമ്മുടെ മലയാളികൾ കണ്ടു, എല്ലാം തന്നെ ഹിറ്റായി. അല്ലുവിനെ നമ്മുടെ ഇവിടുത്തെ മോനെ പോലെയാണ് എല്ലാരും കാണുന്നത്. അപ്പൊ ആ ഒരു തുടക്കം അല്ലുവിന്റെ അന്നത്തെ ആ ഒരു സിനിമയിൽ എങ്ങനെയാ ജിസ് അതിലേക്ക് എത്തിപ്പെട്ടത്? പിന്നീട് അങ്ങോട്ടുള്ള ഒരു യാത്രയിലും ജിസ് തന്നെ പിന്നെ ഇതുവരെ ഒരു മാറ്റം ഇല്ലാണ്ട് ടച്ച് വിടട്ടെ, അത് അങ്ങനെ തന്നെ പോയിക്കൊണ്ടിരിക്കണം. അതിന്റെ പിന്നിലത്തെ രഹസ്യം അതെന്താ? എനിക്ക് തോന്നുന്നു രമ്യ, എല്ലാ കാര്യത്തിനും ഈ തുടർച്ചകൾ ഉണ്ടാവുന്നത് പലപ്പോഴും അത് കൂട്ടുകെട്ടുകളുടെ തുടർച്ചയായല്ലോ. സിനിമയിൽ നോക്കിയാൽ മനസ്സിലാവും. സംവിധായകൻ, നടൻ, കൂട്ടുകെട്ടുകൾ എപ്പോഴും ഉണ്ടാവുന്നു. എല്ലാത്തരം കൂട്ടുകെട്ടും സക്സസിൽ നിന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. പരാജയത്തിൽ നിന്ന് പൊതുവെ കൂട്ടുകെട്ടുകൾ ഉണ്ടാവും. ഒരു സ്പിരിച്വൽ ലൈനിങ് താഴെ ഉണ്ടെങ്കിൽ, ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള എന്തോ ഒരു കണക്ഷൻ ഉണ്ടെങ്കിലാണ് പരാജയത്തിൽ കൂട്ടുകെട്ടുകൾ ഉണ്ടാവുന്നത്, അല്ലെ?
ഇപ്പോൾ ഒരു അല്ലാത്ത പ്രൊഫഷണലി ഉള്ള പരിപാടികൾക്കൊക്കെ ഒരു മോശമായിട്ട് പെർഫോം ചെയ്യുന്ന ഒരു സ്റ്റാഫിനെ നമ്മൾ കണ്ടിന്യൂ ചെയ്യുമോ? ഇല്ല, ഒരിക്കലും ഇല്ല. വാൺ ചെയ്യും, അതെ. ഉപദേശിക്കും, അതെ. ഡീപ്രൊമോട്ട് ചെയ്യും, ഇതൊക്കെ ചെയ്യും. പക്ഷെ ആഫ്റ്റർ ഓൾ വർക്ക് ആവേണ്ടാകുമ്പോൾ പറഞ്ഞു വിടുക തന്നെ ചെയ്യും. അത് ആണ് പ്രൊഫഷണൽ വേയിലുള്ള പരിപാടി. പക്ഷെ ലൈഫിൽ അങ്ങനെയല്ല. ഇപ്പൊ ഒരു ഭർത്താവ് ഒരു അസുഖമുള്ള ഒരാളാണെങ്കിൽ ഭാര്യയെ വിട്ടിട്ട് പോവില്ല. അതാണ് സ്പിരിച്വൽ അണ്ടർഗോയിങ് എന്ന് പറയുന്നത്. അപ്പം ആ ഒരു സംഭവം. അപ്പോൾ എന്ന് പറയുന്ന പോലെ ഇതിലൊരു ഞങ്ങൾ ആദ്യമായിട്ട് ചെയ്ത സിനിമ ആര്യ, അത് ഞങ്ങൾ ആരും എക്സ്പെക്ട് ചെയ്തതല്ല അത്രയും വലിയൊരു ഹിറ്റ് ആവുമെന്ന്. ഞാനൊരു താല്പര്യമില്ലാതെ ചെയ്ത സിനിമയാണ്. കാരണം വെച്ചാൽ നമുക്ക് അതിനു മുമ്പ് അങ്ങനെ ഒരു ട്രാക്ക് റെക്കോർഡ് ഇല്ല. അങ്ങനെ ഒരു സിനിമ, ഒരു തെലുങ്ക് പടം മലയാളത്തിലേക്ക് ഓടി അങ്ങനെ ഒരു വലിയ ട്രാക്ക് റെക്കോർഡ് ഒന്നും പറയുമ്പോൾ ശങ്കരാഭരണം എന്നൊക്കെ പറയാം നമുക്ക് പണ്ടത്. പക്ഷെ അല്ലാതെ ഇല്ല. അപ്പോ അതുകൊണ്ട് തന്നെ അതിൻ്റെതായ കാഴ്ചക്കാരുണ്ടാകുമോ എന്നുള്ള ആശങ്കയുള്ളതുകൊണ്ട്. പക്ഷെ സിനിമയിലെ പാട്ട് കണ്ടപ്പോൾ, ഡബിങ്ങിന് പോയ സമയത്ത് ആര്യയിലെ പാട്ട് കാണുകയാണ്. പാട്ട് കണ്ടപ്പോൾ ഈ ചെറുക്കൻ ഭയങ്കര അസാധ്യമായിട്ട് അഭിനയിച്ചിരിക്കുന്നു. ഭയങ്കര സെറ്റ് വർക്ക്, ഭയങ്കര കോറിയോഗ്രാഫി. അപ്പൊ ഇത് കൊള്ളാം, ഇവൻ കൊള്ളാം എന്നൊരു സാധനമുണ്ട്. പിന്നെ പടം കണ്ടു വന്നപ്പോ പടവും കൊള്ളാം, നല്ല ക്ലൈമാക്സ് ഉണ്ട്, നല്ല രസമുണ്ട്, ഇൻട്രസ്റ്റിംഗ് ആണ്. പക്ഷെ അപ്പോഴും ഇത് 100 ദിവസം ഓടാൻ പോകുന്ന സിനിമയാണെന്ന് നമുക്കറിയില്ല. അതിലേക്ക് എത്തിപ്പെട്ടതും യാദൃശ്ചികമായിട്ട് ഒരു ഡബിംഗ് ആർട്ടിസ്റ്റ് ഡബിംഗ് ആർട്ടിസ്റ്റ് വെച്ചാൽ അവിടെ ആ സമയത്ത് ഞാൻ ഈ കുറെ സീരിയലുകൾ ഡബ് ചെയ്യുന്നുണ്ട്. അതിൽ ഈ കായംകുളം കൊച്ചുണ്ണി എന്ന് പറഞ്ഞ സീരിയൽ ഭയങ്കര ഹിറ്റായിരുന്നു. അപ്പൊ ഈ ഖാദർ ഹസൻ സാർ എന്ന് പറഞ്ഞ ആളാണ് അല്ലു അർജുനെ കേരളത്തിൽ അല്ലു അർജുൻ ആക്കിയത്. അല്ലു അർജുനെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ ഇദ്ദേഹത്തിന്റെ പേര് വിട്ടുപോകാൻ പാടില്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം അല്ലു എന്നൊരാളെ, അയാളുടെ സിനിമ ഇവിടെ ഡിസ്ട്രിബ്യൂഷൻ എടുത്ത് ഒരു മാർക്കറ്റും ഇല്ലാതെ എന്നൊരു നടനെ ഇവിടെ കൊണ്ടുവന്ന് ഒരു മല്ലു അർജുനാക്കി മാറ്റിയത് ഇയാളുടെ വിഷൻ മാത്രമാണ്. ഈ ഖാദർ ഹസൻ എന്ന് പറഞ്ഞ നിർമ്മാതാവിന്റെ വിഷൻ മാത്രമാണ്. അദ്ദേഹത്തിന് എന്തായിരിക്കും അങ്ങനെ അട്രാക്ട് ചെയ്തിട്ടുണ്ടാവുക? അതാണ് ചില ആൾക്കാരുടെ ഒരു, അദ്ദേഹം രാജസേന സാറിന്റെ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്നു. നക്ഷത്രക്കണ്ണുള്ള രാജകുമാരൻ അതിന്റെ നിർമ്മാതാവാണ്. അങ്ങനെയൊക്കെ ആയിരുന്നു അദ്ദേഹം. ട്രിവാൻഡ്രത്ത് ബിസിനസ്സുകാരനാണ്. അപ്പൊ അദ്ദേഹം എന്തോ തെലുങ്കിൽ ആ സിനിമ കണ്ടപ്പോ, ഹൈദരാബാദ് വെച്ചോ മറ്റോ കണ്ടപ്പോഴോ എന്തോ സ്പാർക്ക് അടിച്ചിട്ടാണ് ഇവിടെ കൊണ്ടുവരുന്നത്. അപ്പോഴും അല്ലു ആദ്യം അഭിനയിച്ച സിനിമ ആര്യല്ല കേട്ടോ. പലരുടെയും വിചാരം ആര്യയാണ് അല്ലുവിന്റെ ആദ്യത്തെ പടം എന്നാണ്. ആര്യല്ല. അല്ലു ആദ്യം അഭിനയിക്കുന്ന സിനിമ മറ്റേതോ പടമാണ്. ആര്യ രണ്ടാമത്തെയും മൂന്നാമത്തെ പടമാണ്. പക്ഷെ കേരളത്തിൽ റിലീസ് ചെയ്യുന്ന ഫസ്റ്റ് മൂവി ആര്യാണ്. എനിക്ക് തോന്നുന്നു ഗംഗോത്രി ആണെന്നാണ് എനിക്ക് എന്റെ വിശ്വാസം. ഇപ്പോഴുള്ള ഫസ്റ്റ് പടം ഗംഗോത്രി എന്ന പടമാണ്. അത് പിന്നീട് ഇവിടെ സിംഹക്കുട്ടി എന്ന് മറ്റേ പേരിൽ ഡബ് ചെയ്തിട്ടുണ്ട് പിന്നീട് 3-4 വർഷം കഴിഞ്ഞപ്പോ. അപ്പോൾ ഖാദർ ഹസന്റെയും രഥക് ആർട്സിനെയും ഒരിക്കലും അല്ലു അർജുൻ മറക്കാൻ പാടില്ല. അല്ലു അർജുന് വേണ്ടി ഇപ്പൊ ഞാനും മറക്കാൻ പാടില്ല. എന്നെയും കണ്ടുപിടിച്ച പുള്ളിയാണ്. അത് അല്ലുവിന്റെ വോയിസ് ആക്കാം എന്ന് പറഞ്ഞ് എന്നെ ഇവിടുന്ന് കൊണ്ടുപോയി ട്രിവാൻഡ്രത്ത് ഡബ് ചെയ്യിക്കുന്നതൊക്കെ പുള്ളിയാണ്. അപ്പൊ ഞാനും അദ്ദേഹത്തെ വളരെ ഗ്രാറ്റിറ്റ്യൂഡോടുകൂടി തന്നെ ഓർക്കണം. അപ്പൊ ഇങ്ങനെയാണ് എന്റെ വരവ്. ഇപ്പൊ ഈ കായംകുളം കൊച്ചുണ്ണിയുടെ ശബ്ദം വേണമെന്ന് കൊണ്ടാണ് പോകുന്നത്. അവിടെ ചെന്ന് ഒരു 3 ദിവസത്തെ ഡബിങ് ആയിരുന്നു. ഒരു വലിയ എപ്പിസോഡാണ്. ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുള്ളതാണ്. നമുക്ക് പലപ്പോഴും ഇറങ്ങി പോരാൻ തോന്നുകയും കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ തോന്നുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. കാരണം ശരിയാവുന്നില്ല ചെയ്തിട്ട്. നമ്മൾ ചെയ്യുന്നത് അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല. അപ്പൊ ഒരു ടേക്ക്, 2 ടേക്ക്, 3 ടേക്ക്, 4 ടേക്ക്, 5 ടേക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് അന്ന് ഞാനിവിടെ വളരെ തിരക്കുള്ള ഡബിങ് ആർട്ടിസ്റ്റാണ്. ടൈം നമുക്ക് 1.5 ദിവസത്തിൽ കൂടുതൽ അവിടെ സ്പെൻഡ് ചെയ്യാൻ എൻ്റെ ഇല്ല. അപ്പൊ ഞാൻ നോക്കിയിട്ട് 95 സീനുണ്ട്. ഇത്ര അട്ടിക്കാണ് സീൻ ഇരിക്കുന്നത്. ഈ 95 സീനിൽ ഞാൻ 4.5 മണിക്കൂർ ഡബ് ചെയ്തിട്ട് 2 സീൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ നമ്മൾ മനസ്സുകൊണ്ട് ഡീമോട്ടിവേറ്റഡ് ആയി പോകാന്ന് പറയില്ല. ശരിയാവുന്നില്ല. അതായത് അവർക്ക് നമ്മൾ ചെയ്യുന്നത് ഇഷ്ടപ്പെടുന്നില്ല. ഇവർക്ക് ടീമിന് ഇഷ്ടപ്പെടുന്നില്ല. അപ്പൊ എനിക്ക് മനസ്സിലായി ഇത് കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ ഈ റിപ്പീറ്റ് ചെയ്തിട്ട് കുഞ്ഞു കുഞ്ഞു മൂളലുകളും ചെറിയൊരു ഗുഡ് മോർണിംഗും പോലും നമ്മൾ റീടേക്ക് 35-40 ടേക്ക് കഴിയുമ്പോൾ നമ്മൾ ഈ കിളി പോവും. കമ്പ്യൂട്ടറൈസ്ഡ് ആയി പോകുന്ന ഒരു അവസ്ഥ. അതായത് നമ്മളൊരു എന്താ പറയുക, ഒരു കമ്പ്യൂട്ടർ പോലെ ആയി പോകും. ഇമോഷനൊക്കെ പോയിട്ട് ഡബിങ് നമ്മൾ മറന്നുപോയോ എന്നൊക്കെയുള്ള അവസ്ഥയിലേക്ക് എത്തും. അപ്പൊ ഞാൻ എൻ്റെ അമ്മയെ ഫോൺ ചെയ്തിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ പോരുകയാണ്. കാരണം എനിക്ക് സെറ്റാവുന്നില്ല. ഡബിങ് മറന്നുപോയി എന്ന് എനിക്ക് തോന്നുന്നു എന്ന്. അപ്പൊ അമ്മയ്ക്ക് ആ പോയിന്റ് എത്തിയപ്പോ അമ്മയ്ക്ക് കാര്യം പിടികിട്ടി. അതായത് ഞാൻ വെച്ചാൽ അന്ന് ഈ പറഞ്ഞ 2000 ഡബിങ് തുടങ്ങിയത് 2007 വർഷം ഇവിടെ പറന്ന് ഡബ് ചെയ്യുന്ന അവസ്ഥയാണ്. ഞാനാ ഈ പറയുന്ന ഡബിങ് മറന്നുപോയി എന്ന്. അപ്പൊ അമ്മയ്ക്ക് മനസ്സിലായി അവിടെ ടോർച്ചറിങ്ങിന്റെ അങ്ങേ അറ്റമായിരുന്നിരിക്കും. ആക്ച്വലി ടോർച്ചറിങ് അല്ല, അവർക്ക് ഇഷ്ടാവുന്നില്ല. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി പോന്നു. അവരോട് പറഞ്ഞിട്ട് ഇറങ്ങി പോരുകയാണെന്ന് പറഞ്ഞു പോന്നു. അപ്പോൾ പ്രൊഡ്യൂസറും ദേഷ്യപ്പെട്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി, ഈ പറയുന്ന ആളും.
അപ്പം ഈ സ്ക്രിപ്റ്റ് എഴുതുന്ന സതീഷ് ഉണ്ട്, സതീഷ് ഏട്ടനും ശ്രീജിത്ത് റെക്കോർഡിസ്റ്റും രണ്ടുപേരും ശ്രീ മൂവീസ് എന്ന് പറയുന്ന ഒരു തിയേറ്ററിലാണ് ഡബിങ് നടക്കുന്നത് ട്രിവാൻഡ്രത്ത്. അവർ പറഞ്ഞു ഒരു കാപ്പി കുടിച്ചിട്ട് പോകാം. ശരി ആയിക്കോട്ടെ, ക്യാൻറ്റീനിൽ പോയിരിക്കുന്നു. എനിക്കും വിഷമമുണ്ട്, ഞാനിങ്ങനെ ഇരിക്കുന്നു, അവർക്കും വിഷമമുണ്ട്. അപ്പോൾ അതിൽ സ്ക്രിപ്റ്റ് റൈറ്റർ പറഞ്ഞു, എൻ്റെ വീട് ഹരിപ്പാടാണ്, ഞാൻ വീട്ടിൽ നിന്ന് പോന്നിട്ട് 10-28 ദിവസമായി, ഇതും കൂടെ കഴിഞ്ഞാൽ തീർന്നു, വീട്ടിലേക്ക് പോവാം. എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് അധികം ആയിട്ടില്ല, അപ്പോൾ ഇതിനിപ്പോൾ ഞങ്ങളിനി ആരെ കൊണ്ട് ചെയ്യിക്കും? ഞാനിങ്ങനെ ഇത് എൻ്റെ ജോലി അല്ലല്ലോ, അത് നിങ്ങളുടെ വിഷയം എന്നുള്ള രീതിയിലിരിക്കുന്നു. അപ്പോൾ പുള്ളി പറയുന്നു, ജിസെ ആക്ച്വലി സ്പീക്കിംഗ് നിങ്ങൾ 4ാമത്തെ ആളാ, ബാക്കി 3 പേരും ഈ പോയിന്റിൽ ഇറങ്ങി പോവാണ്. ഈ 4ാമത്തെ സീൻ ക്രോസ് ചെയ്യുന്നില്ല ആരും, മനസ്സിലായോ? 4ാമത്തെ സീൻ ആകുമ്പോഴത്തേക്കും മനസ്സ് മടുത്ത് ഇട്ടിട്ട് പോവാണ്. അതിൽ നമ്മുടെ ആക്ടർ ശരത്തുണ്ട്, ആക്ടർ ശരത്തുണ്ട്, നന്ദുചേട്ടനുണ്ട്, അങ്ങനെ എനിക്കറിയുന്ന 2 പേരാണ്. അത് കൂടാതെ വേറെ ആരാന്ന് എനിക്കറിയില്ല. 4ാമത്തെ ആളാണ് ഞാൻ. അപ്പൊ ഇവര് പറയുന്നു ജിസും കൂടെ പോയാൽ പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യും? അതായത് അദ്ദേഹത്തിന്റെ അവസ്ഥ മറ്റേ പഞ്ചാബി ഹൗസിലെ മച്ചാമറിയസ് ഇട്ടിരിക്കുന്ന പന്തലാണ്. കല്യാണം കഴിഞ്ഞിട്ട് ഈ പന്തൽ അഴിക്കാൻ പറ്റുള്ളൂ, ആ അവസ്ഥയിലാണ് പുള്ളി നിൽക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ ഭയങ്കര വിഷമായി. അപ്പോൾ പുള്ളി ചോദിച്ചു എന്തെങ്കിലും മാർഗമുണ്ടോ ഇത് ഫിനിഷ് ചെയ്തിട്ട് പോവാൻ? അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ എൻ്റെ വീട്ടിലേക്ക് വിളിച്ച് പറഞ്ഞു പോയി വരികയെന്ന്. അത് കുഴപ്പമില്ല, നമുക്കൊരു കാര്യം ചെയ്യാം. ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ, ഞാനൊരു ഡബിങ് അറിയാവുന്ന ഒരാളാണല്ലോ, ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ ഇത് ഡബ് ചെയ്യാം മൊത്തം. നിങ്ങൾ ഒന്നും പറയണ്ട, നിങ്ങൾ ലിപ്സിംഗ് ആണെന്ന് മാത്രം നോക്കിയാൽ മതി, ബാക്കി മൊത്തം ഞാൻ എനിക്ക് വിട്ടുതരും. എന്നിട്ട് നമ്മൾ ഇത് നാളെ ചെയ്ത് കഴിയുമല്ലോ, കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ ഒരു ദിവസം കൂടെ ഇവിടെ നിൽക്കാം, അല്ലെങ്കിൽ നിങ്ങൾ വിളിച്ചാൽ ഞാൻ വീണ്ടും വരാം. നിങ്ങൾ എന്തെല്ലാം കറക്ഷൻ ഉണ്ടോ അതെല്ലാം മാർക്ക് ചെയ്ത് വെച്ചോ, മൊത്തം മാർക്ക് ചെയ്ത് വെച്ചോ, അതെല്ലാം ചെയ്യാം. ഇപ്പോഴത്തെ എന്റെ പ്രോബ്ലം എന്താണെന്ന് അറിയോ ഏട്ടാ, എനിക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല, സ്റ്റക്കാണ് ഇതിങ്ങനെ. ഇതിപ്പോ ഞാൻ ആലോചിക്കുന്നത് ഇത് എപ്പോ തീർക്കാനാണ്, നിങ്ങളുടെ ഈ പോക്കനുസരിച്ച് 1 മാസം കൊണ്ട് പോലും തീരാൻ പോകുന്നത് എന്ന് പറഞ്ഞു ചെയ്തു. ആകെപ്പാടെ മൊത്തം കഴിഞ്ഞ് ഇദ്ദേഹം വന്ന് കേട്ടപ്പോ 2-3 കറക്ഷൻ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അത് അവർ എഗ്രി ചെയ്തു. അല്ല, അഗ്രി ചെയ്യാതെ മാർഗമില്ല, അവർക്ക് സംബന്ധിച്ചിടത്തോളം വേറെ ആരും ഇല്ല ഇനി വരാനായിട്ട്. അങ്ങനെ ഒരു പോയിന്റ് ഉണ്ട്. ഇപ്പൊ നമ്മളൊക്കെ അഭിമുഖീകരിക്കാറുണ്ട് സിനിമ ചെയ്യുമ്പോൾ. ചില പെർട്ടിക്കുലർ ഏജ് ഒരു ഫാക്ടറാണ്, ആ പ്രായത്തിലുള്ള ഒരാളെ കിട്ടണം. അപ്പൊ എന്റെ പ്രായം എന്ന് പറഞ്ഞാൽ 17 വർഷം പുറകില, അന്ന് 17 വർഷം പുറകില. അപ്പൊ ആ പ്രായത്തിലുള്ള ഒരാളെ തന്നെ കിട്ടണം ഇവനെ ഡബ് ചെയ്യാനായിട്ട്. അതുകൊണ്ടാണ് ഇപ്പൊ ആര്യയിലാണേലും അല്ലുവിന്റെ നമ്മൾ കേൾക്കുമ്പോ അല്ലുവിന്റെ ശബ്ദത്തിനകത്ത് ഒരു ഇതുണ്ടല്ലോ, ഒരു വേറൊരു ശബ്ദം. ആ ഒരു ശബ്ദത്തിൽ നിന്ന് മാറി പുഷ്പയിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് വേറൊരു ശബ്ദം തന്നെയാണ്. നമ്മുടെ പ്രായത്തിന്റെ മാറ്റങ്ങൾ വരും. അത് ജിസിന്റെ പ്രായം മാറുന്ന അനുസരിച്ചിട്ട് അല്ലുവിന്റെ പ്രായം മാറുന്ന. അപ്പം അത് കോൺഷ്യസ്ലി ശബ്ദം ഇങ്ങനെ മോഡുലേഷൻ മാറ്റുന്നൊന്നുമല്ല, മോഡുലേഷൻ മാറ്റുന്നതാണ്, വോയിസ് മാറ്റുന്നില്ല, ഒരിക്കലും അല്ല. മോഡുലേഷൻ മാറ്റം വരാറുണ്ട് പല മോഡുലേഷനിൽ. ഇപ്പൊ തൃശ്ശൂർ സ്ലാങ്ങിലൊക്കെ ഡബ് ചെയ്തിട്ടുണ്ട് ചില പടങ്ങളിലൊക്കെ. പക്ഷെ ശബ്ദം ആ ശബ്ദത്തിന്റെ ഒരു ഗാംഭീര്യം, അല്ലെങ്കിൽ ആ ഓരോ പ്രായത്തിലും നമുക്ക് വരുന്ന ആ ഒരു ശബ്ദത്തിന്റെ ഒരു കട്ടി ഉണ്ടാവില്ലേ, അതിൽ ശരിക്കും നമുക്ക് ആ ഒരു ഡിഫറൻസ് ഫീൽ ചെയ്യാം. അതിൽ കേട്ട ശബ്ദമല്ല അത് അന്നത്തെ ഒരു കുറച്ചും കൂടി ഒരു ടീനേജും അല്ലെങ്കിൽ കുറച്ചും കൂടി യങ് ആയിട്ടിരിക്കുന്ന ഒരാള് കുറച്ചും കൂടി മെച്യൂർഡ് ആയിട്ട്. ഇപ്പൊ ആര്യയില് ഡബ് ചെയ്ത ആ വോയിസ് പോരാ. ഇപ്പൊ ഈ പുഷ്പ 2 ഒക്കെ എത്തുമ്പോഴേ കുറെ കൂടെ ഒരു ഞാൻ പറയായിരുന്നു, അല്ലുവിന്റെ ഒരു രാജാവിന്റെ മകനാണ് പുഷ്പ 2 സ്പെഷ്യലി. മോഹൻലാൽ സാറ് ചെയ്ത പോലെ അങ്ങനെ ചെയ്യേണ്ട ഒരു ക്യാരക്ടറാണ്. അങ്ങനത്തെ കോസ്റ്റ്യൂംസും അങ്ങനത്തെ ലാർജർ ദാൻ ലൈഫ് കൈൻഡ് ഓഫ് പരിപാടികളാണ്. അപ്പൊ അതിന് നമ്മളൊട്ടും അങ്ങനെ ഒരു റൊമാൻറ്റിക് കൈൻഡ് ഓഫ് വോയിസിന്റെ ആവശ്യമില്ല, ഒരു ഫീബിൾ ആയ വോയിസിന്റെ ആവശ്യമില്ല. ശരിക്കും അത് അങ്ങനെ തന്നെ നിൽക്കണം. പ്രൊഡ്യൂസർ മാറുകയെ വേറെ ഓരോ ഇത് പ്രൊജക്ടുകൾ ഇപ്പൊ ഇത്ര വർഷമായില്ലേ, അങ്ങനെ മാറി വന്നപ്പോ ആരെങ്കിലും ഇത് കുറെ നാളായില്ലേ അല്ലുവിന്റെ ജിസ് തന്നെ ചെയ്യുന്നത്, നമുക്ക് വേറൊരു ചേഞ്ചിന് വേറൊരാളെ വെക്കാൻ, അങ്ങനെ വേറൊരു പ്ലേസ്മെന്റ് അങ്ങനെ വല്ലതും വന്നിട്ടുണ്ടോ? ഒരു പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്. എപ്പോ? ഒരു പ്രാവശ്യം. അതെപ്പോ? ആ സിനിമയുടെ പേര് ഞാൻ പറയുന്നില്ല. അത് ഒരു സിനിമ, അപ്പൊ അത് വളരെ പ്രശസ്തനായ ഒരു നിർമ്മാതാവാണ് അദ്ദേഹം. പിന്നീട് ഭയങ്കര പ്രശസ്തനാണ്, അന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അപ്പൊ എന്നെ ഇങ്ങനെ വിളിച്ചു. അന്ന് ആനന്ദവല്ലി ചേച്ചി ജീവിച്ചിരിക്കുന്ന സമയമാണ്, ഡബിങ് പ്രശസ്ത ഡബിങ് ആർട്ടിസ്റ്റ്. അപ്പൊ ചേച്ചി എന്നെ വിളിച്ചിട്ട് ജിസേ ഈ അല്ലുവിന് വേണ്ടിയിട്ട് ഡബ് ചെയ്യണം. ഞാൻ പറഞ്ഞു ഓഫ് കോഴ്സ്, നമ്മള് സ്ഥിരമായിട്ട്. അപ്പോ എപ്പോ വരാൻ പറ്റും? നിങ്ങൾ സമയം പറഞ്ഞോളൂ, ഡേറ്റ് പറഞ്ഞു, അടുത്ത ആഴ്ച എപ്പോഴാന്ന് വെച്ചാൽ ചെയ്യാം. അപ്പോ അതിനടുത്ത് ഇങ്ങനെ
ചില കാര്യങ്ങൾ സംസാരിച്ച കൂട്ടത്തിൽ അവരതൊരു പ്രൊഡക്ഷൻ സൈഡിൽ നിന്ന് സംസാരിച്ചപ്പോൾ എനിക്ക് എവിടെയോ ഒരു ചെറിയ ഡിസ്റെസ്പെക്ട് ഫീൽ ചെയ്തു. ഒരു വിളിക്കേണ്ട രീതി വേണമെങ്കിൽ ചെയ്തിട്ട് പോകുന്നുള്ള ലൈനിലൊക്കെ ആ ലൈനിൽ, അതായത് നീ ഇല്ലെങ്കിൽ നിന്റെ പോലത്തെ വോയിസ് എനിക്ക് വേറെ ഉണ്ട്, ആ ലൈനിൽ സംസാരിച്ചു. അപ്പൊ രമ്യ, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഒരു കാലത്ത് ഇൻസെക്യൂർഡ് ആയിരുന്നു. പക്ഷെ പിന്നീട് എപ്പോഴും നമുക്കൊരു വെളിച്ചം ഉണ്ടായ സമയത്ത്, ഞാൻ പറഞ്ഞ വെളിച്ചം മനസ്സിലുണ്ടായ സമയത്ത് ഞാൻ എടുത്തൊരു ശബ്ദമാണ്, ഒരു കാരണവശാലും ഇൻസെക്യൂർഡ് ആവില്ല എന്നാണ്. ഇൻസെക്യൂർഡ് ആവില്ല. എനിക്കുള്ള കഞ്ഞി അല്ലെങ്കിൽ എനിക്കുള്ള ചോറ് അത് എനിക്ക് തന്നെ ഉണ്ടാവും. അത് മനുഷ്യൻ തരുന്നതല്ല, ദൈവം തരുന്നതാണെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പൊ അത് എനിക്കില്ലെങ്കിൽ അത് ആ മുകളിലിരിക്കുന്ന ആളത് ആഗ്രഹിക്കുന്നില്ല, എനിക്ക് തരാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് മാത്രമേ എന്നെ അർത്ഥമുള്ളൂ. അല്ലാണ്ട് ഒരാൾ എന്റെ അവസരം തട്ടിയെടുത്തു, എനിക്കൊരു കോമ്പറ്റേറ്റർ വന്നു, നെവർ ബോദർ അബൌട്ട് സച്ച്, അങ്ങനത്തെ ഒരു കാര്യങ്ങളെ കുറിച്ച് ആലോചിക്കാൻ തന്നെയില്ല. അപ്പൊ ഇവര് പറഞ്ഞൊരു പോയിന്റ് അതാണ്, നിങ്ങളുടെ ശബ്ദം നിങ്ങളെപ്പോലെ തന്നെ അനുകരിക്കുന്ന കുറെ പേര് വന്നിട്ടുണ്ട്. ഇപ്പൊ അറിയാമോ, ഭാഗ്യലക്ഷ്മിയെ തന്നെ കണ്ടില്ലേ, ഭാഗ്യലക്ഷ്മിയെ തന്നെ അതിനേക്കാൾ നന്നായി കോപ്പി ചെയ്യുന്ന കുറെ പേര് വന്നു. അപ്പൊ നിങ്ങളുടെയും വന്നു കഴിഞ്ഞു. അപ്പൊ നിങ്ങൾ നോ പറയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ കാത്തിരിക്കുന്നത്. അപ്പൊ ഞങ്ങള് ഒരു നെയിം സേക്ക് ആണ് ചോദിക്കുന്നത്, വെറും നെയിം സേക്ക്. നിങ്ങൾ നോ പറയാൻ വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്, അവർ ചോദിക്കുന്നത്. കാരണം ഹൈദരാബാദിൽ നിന്ന് വിളിക്കുമ്പോൾ ഞങ്ങൾ നിങ്ങളോട് ചോദിച്ചിരുന്നു, നിങ്ങൾ വരാൻ റെഡിയല്ല. അപ്പൊ ഞാൻ പറഞ്ഞു, തീർച്ചയായിട്ടും സർ, എനിക്ക് അതിനകത്ത് യാതൊരു പ്രശ്നമില്ല. ഇനി നിങ്ങൾ എന്റെ എല്ലാ കാര്യങ്ങളും അംഗീകരിച്ചാലും ഈ പടം ഞാൻ ഡബ് ചെയ്യാൻ വരില്ല. ഇനി അത് ഡബ് ചെയ്യാൻ വരണമെങ്കിൽ എന്നെ ഹൈദരാബാദിൽ നിന്ന് വിളിക്കണം, അല്ലു അർജുൻ സംസാരിക്കണം, അല്ലെങ്കിൽ അവരുടെ മാനേജർ സംസാരിക്കണം, അല്ലെങ്കിൽ അല്ലുവിന്റെ ബ്രദർ ഉണ്ട് അദ്ദേഹം സംസാരിക്കണം. അല്ലാതെ ഞാൻ ഒരു കാരണവശാലും ഈ സിനിമ ഡബ് ചെയ്യാൻ വേണ്ടി വരില്ല. കാരണം നിങ്ങൾ എന്നെ, ഞാൻ നിങ്ങളോട് അവസരം ചോദിച്ചു വന്ന ആളല്ല. നിങ്ങൾ എന്നെ, ഞാൻ കഴിഞ്ഞ 7-8 സിനിമ ഇദ്ദേഹത്തിന് ഡബ് ചെയ്ത് നന്നാക്കിയ ഒരാളാണ്. എന്നെ നിങ്ങൾ വിളിച്ചിട്ട് നിങ്ങൾക്ക് പകരക്കാരനുണ്ട് ഇല്ലെങ്കിൽ വെച്ച് അങ്ങനെ അതിനു വേണ്ടി ഇരിക്കുന്ന ഒരാളല്ല ഞാൻ. എനിക്ക് ജോലിയുണ്ട്, എനിക്കൊരു ആഡ് ഫിലിം കമ്പനി ഉണ്ട്, ഞാൻ ഫിലിം ഡയറക്ടർ, അതൊക്കെ ഭംഗിയായിട്ട് സൈഡിൽ കൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ആ ആളെ വെച്ചുകൊണ്ട് ചെയ്തോളാൻ പറഞ്ഞു. ഇവർക്ക് എന്ത് ചെയ്തിട്ട് ഈ കോപ്പി ചെയ്യുന്ന ആളെ കിട്ടില്ല. എന്താ രമ്യ, ഒരു ഡയലോഗ് പറയും. ഇപ്പൊ ഞാൻ പറഞ്ഞു, ഇപ്പൊ പൃഥ്വിരാജിനെ ഇമിറ്റേറ്റ് ചെയ്യുന്ന എന്തോ ആൾക്കാരുണ്ട് എന്ന് വെച്ചാൽ ഒരു പടം മുഴുവൻ പൃഥ്വിരാജിനെ കൊണ്ട് ജയിക്കാൻ പറ്റില്ലല്ലോ. കൂടിപ്പോയാൽ എന്നും നിന്റെ മൊയ്തീനിലെ ഡയലോഗ് മറ്റേ ഇത് കുത്തിപ്പിടിച്ച സീനെ പറയാം, അല്ലെങ്കിൽ കർണൻ നെപ്പോളിയൻ 2 ഡയലോഗ് പറയാം. ഇത് എല്ലാ വികാരങ്ങളും ചെയ്യണ്ടേ? കോമഡി ചെയ്യണം, ഇതിനകത്ത് ഇമോഷൻ വരണം, റൊമാൻസ് വരണം, ലിപ്പ് സിങ്ക് ആവണം, ഈ പറഞ്ഞ പേഷ്യൻസ് ലെവൽ വേണം. അല്ലു അർജുന്റെ എനർജി മാച്ച് ചെയ്യാന്ന് പറയുന്നത് തന്നെ പരിപാടിയാണ്. ഞാൻ ഈ ഡബിങ് പഠിച്ച കാലം മുതൽ ഞാൻ ശ്രമിക്കുന്ന ഒരേ ഒരു കാര്യം ലിപ് സിംഗിങ് അല്ല, ബോഡി ലാംഗ്വേജ് ആണ് സിംഗ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ എന്റെ ശബ്ദം ചേരുന്നതായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ബോഡി ലാംഗ്വേജ് ആണ്. നമ്മുടെ ജസ്റ്റേഴ്സ് ഉണ്ട്, അങ്ങോട്ട് മാറ്റം ഇങ്ങോട്ട് മാറ്റം, ഞാൻ അതിനാണ് ഡബ് ചെയ്യുന്നത്, ആ എനർജിക്ക് ഡബ് ചെയ്യുന്നത്. ഇപ്പൊ ഈ രമ്യ ഇങ്ങനെ ആ എന്ന് പറഞ്ഞില്ലേ, ആ എന്ന് പറഞ്ഞാൽ സിംഗ് ഔട്ട് ആണ്, മനസ്സിലായോ? രമ്യ കൊടുത്ത എനർജി അത്രേ ഉള്ളൂ. അവിടെ ഞാൻ പോയി മൈക്കിൽ എന്ന് പറഞ്ഞാലോ പ്രശ്നമാണ്. അപ്പൊ ആ എനർജി പിടികിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോ പടവും 2ാമത്തെ റീല് മുതൽ 3ാമത്തെ റീല് മുതലേ ഞാൻ ഡബ് ചെയ്യാറുള്ളത്. യു ഗോട്ട് ഇറ്റ്? ആദ്യത്തെ സീൻ വെച്ചല്ല ഡബിങ് തുടങ്ങുന്നത്, അല്ല, 3ാമത്തെ റീല് വെച്ചേ തുടങ്ങുന്നുള്ളൂ. അത് ഇന്റർവെല്ലിന് മുൻപുള്ള 25 മിനിറ്റ് വെച്ചിട്ടാണ് ഞാൻ തുടങ്ങുന്നത് എപ്പോഴും, ഫസ്റ്റ് പടം പോലെ. ഒരിക്കലും ഓർഡറിൽ ഡബ് ചെയ്യാറില്ല, ഒരിക്കലും. ഓർഡറിൽ ഫസ്റ്റ് 1ാമത്തെ 2ാമത്തെ 3ാമത്തെ റീല് ചെയ്യുന്നത്, 2ാമത്തെ റീലൊക്കെ ചെയ്യുന്നത് സെക്കൻഡ് ഡേ ആയിരിക്കും, തുടത്തില്ല അത് ഈ സാധനം പിടികിട്ടാൻ വേണ്ടിയിട്ടാ. അപ്പോഴാണ് ഫസ്റ്റ് റീല് ചെയ്യുമ്പോൾ ശരിയാവുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ആദ്യത്തെ റീല് മുഴുവൻ ചെയ്യുമ്പോൾ നമുക്ക് ഒരു ചേരായ്മ വരുവേ. മറ്റേ നമുക്ക് ഇടയ്ക്കെല്ലാം പോർഷൻ ചെയ്ത് പഠിച്ച് ഫസ്റ്റിലേക്ക് വരാം. അപ്പൊ കണ്ട് ആൾക്കാർ ആ ഗ്രാഫിലേക്ക് എത്തും. ഓക്കെ, ഇതാണ് അതിന്റെ പരിപാടി. അപ്പോ അത് പണ്ട് മുതലേ ശീലിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. ഹീറോ ക്യാരക്ടേഴ്സിന് ചെയ്യുമ്പോൾ അങ്ങനെയാണ് ചെയ്യാറ്. ചെയ്ത സ്വന്തം എക്സ്പീരിയൻസിൽ നിന്നും എക്സ്പീരിയൻസ് അല്ലാണ്ട് ആരും പറഞ്ഞു തന്നൊന്നുമില്ല. അപ്പൊ അങ്ങനെ എന്നിട്ട് ആ കഥയുടെ പകുതി നിൽക്കുക, എന്നിട്ട് വേണ്ടെന്ന് വെച്ചു. എന്നിട്ട് അത് പിന്നെ പടം റിലീസായി അത് ഭയങ്കര, അപ്പൊ വേറെ ആളെ വെച്ച് തന്നെ ചെയ്തു. എന്നിട്ട് അത് സിനിമ ടേക്ക് ഓഫ് ചെയ്തില്ല. ശബ്ദം കൊണ്ട് മാത്രമായിരിക്കത്തില്ല, അതെ, പല കാരണങ്ങൾ കൊണ്ടാവാം. പക്ഷെ ഇതെന്താണെന്നറിയോ, ഈ ശബ്ദത്തിന്റെ ഒരു പ്രശ്നം, നമ്മൾ ഒരാളുടെ മുഖത്തുനിന്ന് ഒരു വോയിസ് എക്സ്പെക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അത് കിട്ടിയില്ലെങ്കിൽ നമുക്ക് എന്തോ പ്രശ്നം തോന്നും, എവിടെയോ എന്തൊക്കെയോ ഭയങ്കര മിസ്സിംഗ് ആയിട്ട് തോന്നും, എന്തോ പ്രശ്നമുണ്ടല്ലോ മൊത്തത്തിൽ കേൾക്കുന്നത്. ഞാൻ കുറച്ചു മുമ്പ് ഒരാൾ ചോദിച്ചപ്പോൾ പറയായിരുന്നു, ഇപ്പൊ മമ്മൂക്കയുടെ ശബ്ദം നല്ല ശബ്ദമാണല്ലോ, അല്ലെ? ലാൽ സാറിന്റെ ശബ്ദവും നല്ല ശബ്ദമാണ്.
മമ്മൂക്കയുടെ മുഖത്തുനിന്ന് ലാൽ സാറിന്റെ ശബ്ദം വന്ന എങ്ങനെ ഉണ്ടോ? ഒട്ടും നമുക്കത് മാച്ച് ചെയ്യില്ല. അതിന്റെ റീസൺ നമ്മുടെയാണ് അല്ലെ? നമ്മൾ കണ്ട് ശീലിച്ചതിന്റെ കുഴപ്പമാണ്. തീർച്ചയായിട്ടും നമ്മൾ കണ്ടതും കേട്ടതും അതാണ് നമ്മളിതിൽ. അത്രേ ഉള്ളൂ. അപ്പൊ ഈ പെട്ടെന്ന് ഒരാളെ ഇടയിൽ നിന്ന് കൊണ്ടുവരാന്ന് പറഞ്ഞാൽ പണിയാ. പിന്നീട് ആ ഒരൊറ്റ അനുഭവം മാത്രമേ ഉള്ളൂ. പിന്നീട് അവിടുന്ന് അങ്ങോട്ട് അല്ലുവിന്റെ എല്ലാ മൂവിയും പിന്നെ ജിസ് തന്നെയായിരുന്നു. അവര് ചെയ്യുന്ന ആഡ് ഫിലിംസ് ആണെങ്കിലും ഒക്കെ. അപ്പൊ അല്ലുമായിട്ടുള്ള റിലേഷൻ എങ്ങനെയാ? നിങ്ങൾ തമ്മിൽ നല്ല വെൽ കണക്റ്റഡ് ആണോ? വെൽ കണക്റ്റഡ് എന്ന് വെച്ചാൽ മെയുള്ള സത്യം പറയാലോ, ഞാൻ എന്റെ കയ്യിൽ മൊബൈൽ നമ്പർ ഉണ്ട്. ഞാൻ ആകെ ഒരു 2-3 പ്രാവശ്യമേ എന്തോ ബർത്ത്ഡേ വിഷിങ്ങോ അങ്ങനെ എന്തോ ഒരു പരിപാടി, സിനിമ ഡബിങ് കഴിഞ്ഞിട്ട് ഇന്നേ വരെ സിനിമ കഴിഞ്ഞു നിങ്ങൾ കൊള്ളാം ഇമാതിരി പരിപാടിക്ക് ഞാനില്ല, അങ്ങനെ ഒരിക്കലും മെസ്സേജ് അയച്ചിട്ടില്ല. ആണോ? ഇല്ല. പിന്നെ ഇന്ന് രാവിലെ എനിക്ക് റസൂൽ പൂക്കുട്ടി സാറിന്റെ അസോസിയേറ്റ് മെസ്സേജ് അയച്ചു. ഐ എം അരുൺ, Rasul Pukuti's associate. Allu Arjun is with me saying hi to you. I told you that you are my friend, so he is saying hi. Please convey my regards to that. അപ്പൊ ഞാൻ വിചാരിച്ചു ഇപ്പൊ അല്ലു ഇവിടെ പ്രൊമോഷന് വേണ്ടിട്ട് വന്നപ്പോ നിങ്ങൾ തമ്മില് പ്രൊമോഷൻ എന്നെ വിളിച്ചിരുന്നു, അതായത് അവരുടെ ഓഫീസിൽ നിന്ന് വിളിച്ചിരുന്നു. ഒരാഴ്ച മുമ്പേ വിളിച്ചു പറഞ്ഞിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞില്ല, സൗദിയിലായിരുന്നു, ഒരു ഷൂട്ടിന് പോയിട്ട് ഇന്നലെ രാവിലെ എത്തിയതേ ഉള്ളൂ. അപ്പൊ അത് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു, ഞാൻ ഈ ദിവസങ്ങളിൽ ഉണ്ടാവില്ല എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ എന്നോട് പറഞ്ഞു ഒരു വീഡിയോ ചെയ്തു തരൂ, അതവിടെ കാണിക്കാൻ വേണ്ടി, ഈ പ്രോഗ്രാം നടക്കുമ്പോ LED വാളിൽ കാണിക്കാൻ വേണ്ടിട്ട്. അപ്പൊ ഞാൻ സൗദിയിൽ നിന്ന് ഒരു വീഡിയോ ഷൂട്ട് ചെയ്ത് കൊടുത്തു. അത് അവര് അവിടെ കാണിക്കുകയും ചെയ്തു. വരാൻ പറ്റിയില്ല ഇന്ന കാരണം കൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വിഷ് ചെയ്തുകൊണ്ടുള്ളൊരു വീഡിയോ. ഞാനൊക്കെ നമ്മളൊക്കെ വിചാരിക്കുന്നത് ഭയങ്കര നിങ്ങൾ തമ്മിൽ ഭയങ്കര വെൽ കണക്റ്റഡ് ആണ്, നല്ല ഇതാണ്. ഒരിക്കലുമില്ല. ഞാൻ ഒരിക്കലും ഒരു സ്റ്റാർസുമായിട്ട് അങ്ങനെ ഡബ് ചെയ്യുന്ന സമയത്ത് ആ ഒരു കണക്ഷൻ പിടിച്ചിട്ടില്ല കേട്ടോ. നമ്മൾ നമ്മുടെ ജോലി ചെയ്യുന്നു, അവർ നമ്മളെ കുറിച്ച് പറഞ്ഞാലും കുഴപ്പമില്ല, പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡിൽ വിശ്വസിക്കുന്നവരാണ്. ചില ആൾക്കാരൊക്കെ പറയാറില്ലേ, ഞാൻ അവനെ ഡബ് ചെയ്ത് രക്ഷപ്പെടുത്തി, പക്ഷെ അവൻ ഒരു ഇന്റർവ്യൂവിൽ എന്നെ കുറിച്ച് എന്തിനാ പറയുന്നത്? ഞാൻ എന്റെ ജോലിയല്ലേ ചെയ്തത്, ആ ജോലിക്ക് എനിക്ക് ശമ്പളം കിട്ടിയില്ലേ, ഇനി അവൻ പറയേണ്ട കാര്യം ഇല്ലല്ലോ, ഇല്ലേ? നമ്മളെ തേടി വരേണ്ടതൊക്കെ നമുക്ക് തേടി വരും. അതിനെ കുറിച്ച് നമ്മള് ഈ മലയാളത്തിൽ മാത്രം നമ്മുടെ അല്ലുവിന് വേണ്ടിട്ട് ജിസു ചെയ്തു, വേറെ ഏതെങ്കിലും ലാംഗ്വേജിന് വേണ്ടിയിട്ടും ജിസിനെ ഇതുപോലെ അപ്രോച്ച് ചെയ്തിട്ടുണ്ടോ? ഇല്ല, വേറെ ലാംഗ്വേജ് ഒന്നുമില്ല. പൃഥ്വിരാജ് അഭിനയിച്ച കുറേ തമിഴ് പടങ്ങൾ പൃഥ്വിക്ക് വേണ്ടിയിട്ടും ചെയ്തിട്ടുണ്ട്. പൃഥ്വിക്ക് വേണ്ടി കുറെ ചെയ്തിട്ടുണ്ട്. പൃഥ്വിക്ക് വേണ്ടിയിട്ട് പൃഥ്വി അഭിനയിച്ച തമിഴ് പടങ്ങളൊക്കെ മലയാളത്തിലേക്ക് ഞാനാ ചെയ്തത്. എനിക്ക് തോന്നുന്നു എല്ലാം തന്നെ അന്യഭാഷ പൃഥ്വിയുടെ മിക്കതും ജിസ് തന്നെയാ ചെയ്തത്. മൊഴി, കനാകണ്ടേൻ, ചിത്രം ബേശുതരി, വെള്ളിത്തിര എല്ലാം കാവ്യത്തലൈവൻ എല്ലാം. ഓക്കെ. അപ്പൊ അങ്ങനെ വലിയ 2 സ്റ്റാർസിന്റെ ഇത് ശബ്ദം ഇതായിട്ട് ചെയ്യാൻ പറ്റി. ഇപ്പോ എല്ലാവരും എന്താ പറയാ, ഒരു വേൾഡ് ഫയർ ഇതിനകത്ത് പുഷ്പ 2 ഇങ്ങനെ കാണിക്കുന്ന പോലെ, ട്രെയിലറിൽ കാണിക്കുന്ന പോലെ അങ്ങനെ വലിയൊരു ടോക്ക് ഓഫ് ദ ടൗൺ ആവാൻ പോകുന്ന പുഷ്പ 2 അതിപ്പോ റിലീസ് ആവാൻ പോണു. ഫസ്റ്റ് ഷോ എന്ന് പറയണത് 4 മണിക്ക് തന്നെയാണ്. പോയി കാണുമോ? ഞാൻ 4 മണിയുടെ ഷോയ്ക്ക് ഞാനില്ല, എന്തായാലും ഞാനൊരു 9 മണി 10 മണിയുടെ ഷോയ്ക്ക് ടിക്കറ്റ് ട്രൈ ചെയ്യുന്നുണ്ട്. അതിടത്തേക്ക് പോയി കാണാനായിട്ട്. മറ്റേത് 4 മണിക്കൊന്നും പോയി കാണാൻ പറ്റില്ല. അത് പടം 3.5 മണിക്കൂറുണ്ട്. നമ്മള് 4:30 മണിക്കൊക്കെ കയറി പുറത്തിറങ്ങുന്നത് മറ്റേ ഇന്റർവെൽ ഒക്കെ കഴിഞ്ഞ് 8 മണിക്കായിരിക്കും. ഇതിന്റെ ഈ ഡബ് ചെയ്തപ്പോ ഏകദേശം അതിന്റെ ബാക്ക് ടു ബാക്ക് കുറേ സീൻസ് എല്ലാം തന്നെ കണ്ടിട്ടുണ്ടല്ലോ. എന്നാലും ആ പുഷ്പ ഫസ്റ്റ് ഇതിൽ നിന്നും ഈ കണ്ടന്റിനകത്ത് എല്ലാം ഒന്നും പറയാൻ പറ്റില്ല, പക്ഷെ ബട്ട് സ്റ്റിൽ അതിൽ നിന്നും ഭയങ്കര ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് ആണ് ഈ പുഷ്പ 2 എന്ന് പറയുന്നത്. സ്കെയിലിംഗ് ഭയങ്കര വലുതാ, ഭയങ്കര വലിയ സ്കെയിലിംഗ് പടത്തിന്റെ. അവര് സ്പെൻഡ് ചെയ്തിട്ടുണ്ട്, ആ സ്പെൻഡ് ചെയ്ത് മുഴുവൻ കാണാനും ഉണ്ട്. ആണോ? അത്രയും ഉണ്ട്. അത് നമ്മൾ ഞെട്ടിപ്പോവും, അത്രയും വലിയ ക്യാൻവാസിലാ പടം ചെയ്തിരിക്കുന്നത്. എല്ലാം അവിടെ തന്നെയാണോ ഷൂട്ടിംഗ് ഒക്കെ? അതോ അല്ല, പടം തുടങ്ങുന്ന ആദ്യത്തെ സീൻ വേറൊരു രാജ്യമാണ്. ഫസ്റ്റ് വേറൊരു രാജ്യത്ത് നിന്നാണ് തുടങ്ങുന്നത്. അത് പുഷ്പ 1-ലും പുഷ്പ 1-ല് പുറത്തല്ലായിരുന്നു, സ്റ്റേറ്റ് തമിഴ്നാടായിരുന്നു. തമിഴിൽ സംസാരിച്ചിട്ടാണ് പടം തുടങ്ങിയത്. ഇത് വേറൊരു ഭാഷയിലാണ്. വിഷ്വലില് ഒരു ഭയങ്കര ഒരു മാജിക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോ നമുക്ക് പലപ്പോഴും വേറൊരാൾ ചെയ്തതാണെങ്കിൽ പോലും നമുക്കത് കാണുമ്പോൾ ചിലപ്പോ വാവ് ഫീൽ വരും, എന്താ ചെയ്ത് വെച്ചിരിക്കണേ എന്നൊരു. അപ്പൊ ആ പുള്ളിക്ക് ഡബ് ചെയ്യാനായിട്ട് ഇങ്ങനെ ജിസ് ഇങ്ങനെ കണ്ടോണ്ട് നിൽക്കുമ്പോഴേ അങ്ങനത്തെ ഒരു മൊമെന്റ് തീർച്ചയായിട്ടും ഈ പുഷ്പ 2-ലും ഉണ്ടാവില്ലേ? ഉറപ്പായിട്ടുണ്ട്. പുഷ്പ 2-ല് ഇവര് ഈ നമ്മുടെ രേഷ്മയ്ക്കുമായിട്ടുള്ള റൊമാൻറ്റിക് ഒരു സീനുണ്ട്, ഒരു ഭയങ്കര റൊമാൻസ് സീനുണ്ട്. അത് അങ്ങനെ ആദ്യം സീൻ മൊത്തമായിട്ട് കണ്ടു കഴിഞ്ഞപ്പോ എനിക്ക് ഐഡിയ റെഡി ഇപ്പൊ എടുക്കുക അങ്ങനെ തോന്നിയ ഒരു സീനാ. കാരണം അതിലിതുപോലെ എന്തെങ്കിലും തമാശയൊക്കെ പറയാനുള്ള സ്പേസ് ഉണ്ടായിരുന്നു. പിന്നെ അതൊരു പ്ലേ ഉണ്ട്, മൊത്തത്തില് നമ്മൾ കണ്ടിട്ടില്ലാത്തൊരു പരിപാടി ഉണ്ടായിരുന്നു. അങ്ങനത്തെ കുറച്ച് സീനുകളുണ്ട് ഈ പടത്തില്.
ഓ അതൊക്കെ എന്താണ് കാത്തിരുന്ന് കാണട്ടെ. നമ്മള് ഞാനിങ്ങനെ ഡബ് ചെയ്യുന്നതിന് മുൻപ് ആ. ആ ചെയ്യാൻ പോകുന്ന സീൻ ആദ്യം മൊത്തമായിട്ടൊന്ന് കാണും. അത് മിക്കവരും കാണും കേട്ടോ. ഞാൻ ഒരു പുതിയ കാര്യമായിട്ട് പറഞ്ഞല്ല. ഓ ആ സീനും അല്ലെങ്കിൽ അതിന്റെ അടുത്ത സീനും കൂടെ മൊത്തത്തിൽ ഒരുമിച്ച് കാണും. ഓക്കെ. അപ്പൊ ഒരു എന്താ എങ്ങനെയാണെന്നുള്ള ഒരു ഐഡിയ ഒരു കിട്ടാൻ. ഐഡിയ കിട്ടും, എങ്ങനെ തുടങ്ങി എവിടെ തീരുന്നു ആ. എന്നുള്ള ഐഡിയ കിട്ടും. ഓക്കെ അത് ചെയ്യാറുണ്ട്. ഓക്കെ. ഇതിനകത്ത് രശ്മികയുടെ എന്തോ ഒരു 3 മിനിറ്റിന്റെ എന്തോ ഒരു ഒരു സീനുണ്ട്. അല്ലേ? 3 മിനിറ്റിന്റെ സീൻ. അത് 3 മിനിറ്റ് കൂടുതലുണ്ട്. ഞാൻ അന്ന് പറഞ്ഞപ്പോ കുറഞ്ഞു പോയെന്ന് എനിക്ക് തോന്നുന്നു. ആ, 3 മിനിറ്റ് അല്ല, ശരിക്കും 4-5 മിനിറ്റ് ഉണ്ട്. ആണോ? അതൊരു വലിയ ഉത്സവം നടക്കുകയാണ്. ആ. ക്ലൈമാക്സിനോടൊക്കെ ആവാറാകുമ്പോഴാണ് എനിക്ക് തോന്നുന്നത്. ഉം. ഉത്സവം, ആ ഉത്സവത്തിൽ മിനിമം 2500 പേര് ഉണ്ട്. ഉണ്ട്. ഓക്കേ. മിനിമം ആ, ഒരു ഉത്സവം. അറിയാലോ, ഓക്കേ. തെലുങ്കന്മാരുടെ ഉത്സവം സെറ്റ് ഇടാൻ പറഞ്ഞ അവര് അങ്ങനെ ഭയങ്കര ആളെ വെച്ച് നിറച്ച് കേമായിട്ടിടും. കളയും. ഉം, അതിന് നടുക്ക് നിന്ന് ഈ കുട്ടി പെർഫോം ചെയ്യും. അല്ലു സൈലന്റ്, ഒരു വാക്ക് പോലും ഇല്ല, ഒരു ഉം. ഡയലോഗ് പോലും ഇല്ല. ഉം. ആ ഒരൊറ്റ സീനിൽ ഇവള് ഓരോരുത്തരുടെ അടുത്തും പോയിട്ട് സംസാരിച്ച് അവളുടെ ഹൈ വോൾട്ടേജ് പെർഫോമൻസ് സീനാണ്. ഓ, അപ്പൊ ക്യാമറ ഇങ്ങനെ മൂവ് ചെയ്യുന്നുണ്ട്, ഓരോരുത്തരുടെ ഇടയിൽ കൂടെ പോകുന്നുണ്ട്. പക്ഷെ എങ്ങോട്ട് ഫ്രെയിം വെച്ചാലും ഉം. ഈ 2500 പേര് നിൽക്കുകയാണ്. ഉം, രാത്രി നടക്കുന്ന സീനാണ്. ഉം. അതിൽ ഇവര് അസാമാന്യമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ഓ, പെർഫോം ചെയ്തെന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും ഒരു ഫസ്റ്റ് ഷോട്ട് ഒന്നും ആയിരിക്കില്ല. ഒരു ഓ, 5-ാമത്തെ 8-ാമത്തെ ഒക്കെ ടേക്ക് ആയിരിക്കും. അപ്പൊ അത്രയും ഒരു 2-3 ദിവസം കൊണ്ടൊക്കെ ആയിരിക്കും ഷൂട്ട് ചെയ്തത്, സിംഗിൾ ഷോട്ട് ആണെങ്കിലും. ഓ, അത്രയും റിഹേഴ്സൽസ് പോയിട്ടുണ്ടാവും. ഓ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ ഭയങ്കരമായിട്ട് ചെയ്യാനൊന്നും രേഷ്മികയ്ക്ക് പെർഫോം ചെയ്തു എന്ന് പറയാൻ മാത്രമൊന്നും കഴിഞ്ഞ ഒരു ഉണ്ടായിരുന്നില്ല. നായകന്റെ കൂടെ Normal. നിൽക്കാൻ മാത്രം. അതെ. പക്ഷെ ഇതിൽ അവൾക്ക് കുറെ കൂടെ ആ സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഓ, കുറെ കൂടെ അവളൊരു ഈ പറയുന്ന ഒരു പാൻ ഇന്ത്യൻ സ്റ്റാർ ആയല്ലോ. അതെ രേഷ്മിക ഒരു പാൻ ഇന്ത്യൻ അതെ ആയതുകൊണ്ട് പുള്ളിക്കാരത്തിക്ക് കൂടെ പെർഫോം ചെയ്യാനുള്ള സ്പേസുകൾ ഈ സിനിമയിൽ ഒരുപാട് കൊടുത്തിട്ടുണ്ട്. ഒരുപാടുണ്ട്. ഓക്കെ ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്, വോയിസ് ഉണ്ട് പടത്തിൽ. ഓക്കെ. പുള്ളിക്കാരത്തിക്ക് വോയിസ് ഉണ്ട്. ആ ഓ അത് ശരി. ഇപ്പൊ ഇതിനകത്ത് ഇനി നമ്മൾ പ്രതീക്ഷയോടെ നമ്മൾ മലയാളികൾ ഈ സിനിമയിൽ പ്രത്യേകം കാണാനിരിക്കുന്നത് നമ്മുടെ അല്ലെ, ഫഹദിന്റെ ആ ഒരു ഇത് നമ്മുടെ ഫസ്റ്റിനകത്തും അതെ, ആ ഒരു ഫഹദിന്റെ ഒരു അതെ, അതെ, ഒരു അതെ. എൻട്രിയും അതുമൊക്കെ വല്ലാത്തൊരു ഗൂസ് ബംസ് വരുന്ന ഒരു ഇത് തന്നെയായിരുന്നു ശരിക്കും. നമുക്കത് പ്രത്യേകിച്ചും തോന്നും. അതെ അതെ. ഇതിനകത്ത് ഫഹദിന്റെ സീനും കാര്യങ്ങളും ആ ഒരു അതിനെ കുറിച്ചും കൂടെ പറയൂ. ഫഹദിനെ കുറിച്ച് പറയാതെ അല്ലെങ്കിൽ ഈ ഇന്റർവ്യൂ ഫിനിഷ് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ഈ ഫഹദിനെ എനിക്ക് അറിയാവുന്നത് രമ്യയുടെ ഹസ്ബൻഡ് നിഖിൽ. ഉം. നിഖിലിന്റെ കൂടെയാണ് ഫഹദിനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. കുറേ നാൾ അവർ ഒരുമിച്ചായിരുന്നു. ഒരുമിച്ചായിരുന്നു. നിഖിലിന്റെ വീട്ടിൽ തന്നെയായിരുന്നു ഫഹദ്. എക്സാക്ട്ലി നിഖിലിന്റെ കൂടെയാണ് ഞാൻ ഫഹദിനെ ആദ്യമായിട്ട് കാണുന്നത്. കയ്യെത്തും ദൂരത്തും എന്ന് പറഞ്ഞ പടം കഴിഞ്ഞ് ഒരു 2 വർഷം കഴിഞ്ഞു ഞാൻ റോഷൻ ആൻഡ്രൂസ്, ജയസൂര്യ, വി കെ പ്രകാശ് നമ്മളെല്ലാം കൂടെ ഇടയ്ക്കിടയ്ക്ക് ഈ ഫോർട്ട് കൊച്ചി ഭാഗത്തും ഞങ്ങൾ സിനിമ ചർച്ച കേട്ടു. ഓക്കെ. ആ കൂട്ടത്തിൽ നിഖിൽ വരുമ്പോ നിഖിലിന്റെ കൂടെ വന്നിരുന്ന ഫ്രണ്ടാണ് ഷാനു. ഫഹദ്. ഷാനു അന്ന് ഷാനു എന്ന് എല്ലാരും വിളിക്കുന്നത്. അതെ. ഫഹദിനെ നമ്മൾ അങ്ങനെ വിളിച്ചിട്ടേ ഇല്ല, ഷാനു എന്നാ വിളിക്കാറ്. അന്നും നമ്മൾ ഷാനുവിനെ നോട്ടീസ് ചെയ്യുന്നത് ഒരു ഉപദ്രവത്തിനും ഇല്ലാത്തൊരുത്തൻ, ആരോടും വലിയ വർത്താനം പറയാനില്ല, കമ്പനിക്കുണ്ട്, വെൽ ഡ്രസ്ഡ്, ഹിന്ദി ഫിലിം സ്റ്റാർ വരുന്ന പോലെ ഡ്രസ് ചെയ്തിട്ടുണ്ടാവും, വളരെ സൈലന്റ് ആയ ഒരാൾ, ഒന്നും പറയില്ല. അപ്പൊ നമുക്കറിയാം ഇദ്ദേഹം കയ്യെത്തും ദൂരത്ത് അഭിനയിച്ചതാണെന്ന് അറിയാം. അത്രേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു കയ്യെത്തും ദൂരത്ത് ആ സമയത്ത് നിങ്ങൾ കല്യാണം കഴിച്ചിട്ടുണ്ടോ? ഇല്ല. കയ്യെത്തും ദൂരത്ത് കാണാൻ വേണ്ടി പോയിരിക്കുന്നത് ഞാൻ, നിഖിൽ, അങ്കിൾ, ആന്റി എല്ലാരും കൂടിയാണ് കവിതാ തിയേറ്ററിൽ പോയിരിക്കുന്നത്. അതെനിക്ക് ഓർമ്മ വന്നു. എനിക്ക് കറക്റ്റ് അതെ. ഫഹദ് ഇല്ല കൂടെ, പക്ഷെ ഞാൻ പോയത് നിഖിലിന്റെ കൂടെയാണ്. അവരത്രയും കമ്പനിയാണ് അന്ന് പറഞ്ഞല്ലേ. സ്ഥിരം എനിക്കറിയാം ഫഹദ് എപ്പോഴും നീലാണ്ട ഇവിടുത്തെ വീട്ടിലുണ്ടാവും, ഫുൾ ടൈം അങ്ങനെയായിരുന്നു. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഫഹദിനെ കാണുന്നത്. അന്ന് വളരെ ഷൈ ആയി നിന്നിരുന്ന ഒരു ഫഹദ്, അന്നത്തെ ഫഹദിനെ അറിയാവുന്ന നിഖിൽ ഉൾപ്പെടെയുള്ളവർക്ക് അത്ഭുതമായിരിക്കും. ആ ഫഹദ് അല്ല ഉറപ്പായിട്ടും ഈ ഫിഗർ. എവിടെയോ ഇതൊരു വെച്ചുമാറ്റം നടന്നിട്ടുണ്ട്. ചോദിച്ചിട്ടുണ്ടോ എന്തെങ്കിലും? ഇല്ല. എന്തോ ഒരു മാജിക് ഏതോ ഒരു രാത്രി എങ്ങോട്ടോ ഒന്ന് പറന്നു ഇന്റർനാഷണൽ ലെവലിൽ എവിടോ പോയി തിരിച്ചു വന്നപ്പോ ഇത് ആ ആളല്ല. അത് അന്ന് അറിയാവുന്നവർക്ക് ഇത് അറിയാം, ഇയാളല്ല അത്. എങ്ങനെയാണ് ഒരാൾ ഇത്ര ഹൈ വോൾട്ടേജ് ആയി മാറുന്നത്? എങ്ങനെയാണ് ഒരാളുടെ ഷൈനസ് ഒക്കെ ഇങ്ങനെ പോകുന്നത്? ഞാൻ ഫഹദിനെ പിന്നെ കുറേ നാളിന് ശേഷം ചാപ്പാ കുരിശ് എന്ന് പറഞ്ഞ സിനിമ കണ്ടതിന് ശേഷം ഞാനിങ്ങനെ എടപ്പള്ളിയിലൂടെ വണ്ടി ഓടിച്ചു വരുമ്പോൾ ഒബ്രോൺ മോളിന്റെ സൈഡിലുള്ള ഒരു മൊബൈൽ ഷോപ്പിൽ മൊബൈൽ ഫോൺ മേടിച്ച് കൈ പിടിച്ചിട്ട് ഫഹദ് ഇങ്ങനെ റോഡ് ക്രോസ് ചെയ്യുന്നു. അപ്പൊ ഞാൻ പെട്ടെന്ന് വണ്ടി നിർത്തി ഓടിച്ചെന്ന് മച്ചാനെ എത്ര നാളെ കണ്ടിട്ട്, ഓയ്യോ ഒന്നും പറഞ്ഞ, ഞാൻ പടം കണ്ടു, അസലായിരിക്കും, നിങ്ങൾ ഗംഭീരമായിട്ടുണ്ട്, സൂപ്പർ ആയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. എന്താ ഇവിടെ, ഞാൻ മൊബൈൽ ഫോൺ മേടിക്കാൻ വേണ്ടി വന്നതാ. എന്നിട്ട് ചുമ്മാ റോഡിൽ ഇറങ്ങിയ ഒരു കോമൺ മാൻ വാങ്ങിച്ചുകൊണ്ട് പോകുന്നു. അത് കഴിഞ്ഞ് അവിടെ നിന്ന് പിന്നെ ഫഹദിന്റെ ഒരു വളർച്ച നമ്മൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ടച്ച് വിടും എന്നും അങ്ങനെ ഉണ്ടാവട്ടെ. അപ്പൊ എനിക്ക്
ഭയങ്കര പ്രൗഡ് ഫീലിംഗ് ആയിരുന്നു, ഒരു സുഹൃത്തെന്ന രീതിയിൽ. ഒരു അതെ, അതിനെ പിന്നെ വളച്ചു കെട്ടി ഓടിയെന്നോ ആസ്വാദകൻ എന്നൊന്നും പറഞ്ഞ് അതിനെ അലമ്പാക്കുന്നില്ല. ഫഹദിന്റെ ഒരു പണ്ട് മുതലുള്ള സുഹൃത്ത് എന്ന രീതിയിൽ എനിക്ക് ഫഹദിന്റെ ഈ സീൻ കാണുമ്പോൾ ആവേശം കണ്ടതിനേക്കാൾ സന്തോഷമാണ്. കാരണം മറ്റൊരു രാജ്യമാണ്, മറ്റൊരു സ്റ്റേറ്റ് ആണ്. മറ്റൊരു സ്റ്റേറ്റിൽ ഇത്രയും പെർഫോം ചെയ്യുന്ന ആർട്ടിസ്റ്റുകൾ നിൽക്കുമ്പോൾ ഇദ്ദേഹം അവിടെ ഒരു ഷൈനസും ഇല്ലാതെ ഈ തെലുങ്ക് ഭാഷ ഇങ്ങനെ പഠിച്ച് ഈ ലെവലിൽ ഇപ്പൊ ആവേശത്തിൽ പറയുന്ന മലയാളമാണെന്നെങ്കിലും പറയാം. ഇത് ആ വോൾട്ടേജ് സംസാരിക്കുന്നത് തെലുങ്കാണ്, നമ്മളത് കേൾക്കുകയാണല്ലോ. പിന്നെ അപ്പൊ നമുക്ക് ശരിക്കും നമ്മളൊരു ഒട്ടും ആലങ്കാരികമല്ലായിട്ട് പറയാം, ഭയങ്കര ഒരു പ്രൗഡ് ഫീലിംഗ് ആയിരുന്നു കേട്ടോ. ഒരുപാട് സന്തോഷമായി. ഞാൻ ആ വീഡിയോ ചെയ്തപ്പോഴും അത് പറയുകയും ചെയ്തു. ഒരുപാട് സന്തോഷമായി കണ്ടപ്പോൾ. അങ്ങനെ ഒരാളുടെ മാറ്റം എന്ന് പറയുന്നത് ഒരാളെ നമ്മുടെ എത്രയോ പേരെ ഇൻസ്പയർ ചെയ്യാവുന്ന ഒരു മാറ്റമാണ്. ശരിക്കും ഒത്തിരി സിനിമാ വിദ്യാർത്ഥികളെയും അഭിനേതാവാകണം എന്ന് ആഗ്രഹിക്കുന്നവരെ ഇദ്ദേഹത്തിന് ഇങ്ങനെ ആകാമെങ്കിൽ ആർക്കും അങ്ങനെ ആവാം. എഫോർട്ട് എടുത്താൽ ആർക്കും അങ്ങനെ ആവാം. അമ്മാതിരി ചെയ്തു വെച്ചിട്ടുണ്ട്. ഇന്റർവൽ സീനൊക്കെ നിങ്ങൾ പടം കാണുമ്പോൾ മനസ്സിലാവും, അന്ത ലെവലിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. അത് ആ മറ്റേത് പുഷ്പയുടെ അത് കാണുമ്പോ തന്നെ നമുക്ക് അറിയാലോ. അപ്പൊ എന്തായാലും അതിന്റെ നെക്സ്റ്റ് ലെവലായിരിക്കും പുഷ്പ 2 എന്നുള്ള കാര്യം ഉറപ്പായിട്ടും ഫീൽ ചെയ്യുന്ന ഒരു കാര്യമാണ്. ഫഹദിന്റെ സീൻ ഇപ്പൊ മലയാളത്തിലേക്ക് ഡബ് ചെയ്തപ്പോഴും ഫഹദ് തന്നെയാണോ മലയാളം വേർഷൻ ഡബ് ചെയ്യുന്നത്? ഫഹദ് തന്നെ ആയിരിക്കും മിക്കവാറും. ഫഹദായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ആണോ? അവിടെ തെലുങ്കു ചെയ്തതോ? തെലുങ്ക് ഫഹദ് തന്നെയാണ്. ആണ് അല്ല, ഇപ്രാവശ്യം സെയിം. ആ ഡബിങ് ഒരു 2-3 ആഴ്ച മുമ്പ് ലാൽ മീഡിയ സ്റ്റുഡിയോയിൽ വെച്ചിട്ട് ചെയ്തായിരുന്നു. ഓക്കെ. അപ്പൊ മലയാളം അറിയില്ല എങ്ങനെയായിരിക്കും? മലയാളത്തിന്റെ അവസ്ഥ എനിക്ക് അറിഞ്ഞുകൂടാ. ഓക്കെ. ഇതിന്റെ ഡയറക്ടർ സുകുമാർ സാറിനായിട്ട് നിങ്ങൾ നേരിട്ട് ജിസിന് കാണാൻ പറ്റുമോ? സുകുമാർ സാറിനെ നേരിട്ട് കണ്ടിട്ടില്ല, പക്ഷെ ഫോണിൽ അവൈലബിൾ ആണ്. ആണോ? ഞാൻ ഈ തലവന്റെ പ്രൊമോഷൻസിന് വേണ്ടി ഞാനും ആസിഫും കൂടെ ഞങ്ങള് ദുബായിൽ ഒരു ഹോട്ടലിൽ ഇരിക്കുമ്പോൾ ആണ് അദ്ദേഹത്തിന്റെ ഒരു ഫ്രണ്ട് ഫോൺ ചെയ്തിട്ട് ഞാനും ആസിഫും കൂടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ട് ഹോട്ടലിൽ ഇരിക്കുകയാണ്. അപ്പൊ പെട്ടെന്ന് അദ്ദേഹത്തിന്റെ ഒരു ഫ്രണ്ട് ഒരാള് അവിടെ ഉണ്ടായിരുന്ന ഒരു മലയാളി പുള്ളി വേഗം ഫോൺ എടുത്തിട്ട് എന്റെ അടുത്ത് വന്നിട്ട് ഞാനിങ്ങനെ ഗൗരവമുള്ളൊരു കാര്യം സംസാരിച്ചോണ്ടിരിക്കും. 1 സെക്കൻഡ് ഒന്ന് സംസാരിക്കാമെന്ന് വെച്ചു. അപ്പൊ ഞാനിവിടെ സംസാരിച്ചോണ്ടിരിക്കുന്നത് കാണാൻ മേലെ സുകുമാർ ഒന്ന് സംസാരിക്കാമോ? ഞാൻ ഏത് സുകുമാർ? പുഷ്പയുടെ ഡയറക്ടർ. ഹലോ സർ, യെസ് ഐ ഹിയർ ദാറ്റ് യുവർ മൂവി ഈസ് ഗോയിങ് വെരി വെൽ ആൻഡ് യു ആർ ഓൺ ദ പ്രൊമോഷൻസ്. ഐ മീൻ യെസ് സർ, ഐ ആം ഓഫ് കോഴ്സ്. ഹാവ് യു ഡബ്ഡ് Pushpa? No sir, I have booked for November. Okay. Once you finish dubbing, please let me know your comment. എന്നൊക്കെ പറഞ്ഞ് കുറെ സംസാരിച്ചു. അത് കഴിഞ്ഞ് പിന്നെ ഇപ്പൊ ഈ കഴിഞ്ഞ പ്രാവശ്യം ദുബായി പോയപ്പോ വീണ്ടും ഇയാൾ വന്നിട്ട് സുകുമാർ സാറിന്റെ ഭാര്യക്ക് അപ്പോഴും ഞാനും ആസിഫും സമയം കൂടെ അബുദാബിയിൽ ഇതുപോലെ ഹോട്ടലിൽ കയറുമ്പോൾ ഇയാൾ പുറകെ വന്നിട്ട് ഒന്ന് സംസാരിക്കാമോ? ഇത് സുകുമാർ സാറിന്റെ ഭാര്യ. സംസാരിച്ചു. അപ്പൊ അവർക്ക് ഭയങ്കര സന്തോഷമായി. നമ്മൾ പടം കണ്ടു, നന്നായിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞപ്പോ. അപ്പൊ അങ്ങനെ പിറ്റേ ദിവസം രാവിലെ സുകുമാർ സാർ മെസ്സേജ് അയച്ചു, നിങ്ങൾ വൈഫിനോട് സംസാരിച്ചെന്നും പടം ഇഷ്ടമായെന്നും പറഞ്ഞു, വളരെ സന്തോഷം, നിങ്ങൾ മൊത്തം കഴിഞ്ഞിട്ട് എനിക്കൊന്ന് മെസ്സേജ് ഇടണം കേട്ടോ എന്നൊക്കെ പറഞ്ഞു. നല്ല മനുഷ്യൻ, ശാന്തനായ മനുഷ്യൻ. പുഷ്പ 2 ഇനിയിപ്പോ എല്ലാരും 4 മണിക്കത്തെ ഷോയ്ക്കൊക്കെ ടിക്കറ്റ് ബുക്ക് ചെയ്ത ആൾക്കാർ നിൽക്കാണ്. ഫസ്റ്റ് ഡേ ഇപ്പൊ ചിലർക്ക് ടിക്കറ്റ് കിട്ടുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. 3000 രൂപയാണ് ഫസ്റ്റ് ഡേ ടിക്കറ്റിന് എന്നൊക്കെ പറയണു. സത്യമാണോ? 3000 രൂപയോ? ഇല്ല, എനിക്ക് ഒരിക്കലും തോന്നുന്നില്ല. അല്ലേ? അങ്ങനെയൊക്കെ കേട്ടു. 3000 റുപ്പീസ് ആണെന്ന് നിങ്ങൾ നോക്കിയോ? അവിടെയോ? ഹൈദരാബാദില് അതുണ്ടാവും. ഉറപ്പായിട്ട് ഹൈദരാബാദിലൊക്കെ അതുണ്ടാവും. അല്ല, അപ്പൊ നോർമലി അവിടുത്തെ ടിക്കറ്റ് റേറ്റ് എത്രയാ? നമ്മൾ ഈ പറഞ്ഞ 1200 രൂപയുടെ സീറ്റ് എന്നൊക്കെ പറയില്ലേ, അതൊക്കെ ആയിരിക്കും ഈ 3000 രൂപയ്ക്ക് വിൽക്കുന്നത്. ഈ VIP സീറ്റ് ഒക്കെ ആയിരിക്കും. കാരണം ഇപ്പൊ നമ്മുടെ നാട്ടില് അങ്ങനെ റെസ്ട്രിക്ഷൻ അല്ലല്ലോ. ഇപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ, നമുക്ക് ഒന്ന് ദുബായിൽ പോണം, ഇപ്പൊ ബുക്ക് ചെയ്ത 15000 രൂപയ്ക്ക് പോവാം. ക്രിസ്മസിന്റെ ദിവസം ആണെങ്കിൽ അത് 55000 രൂപ. എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റ് ആണെങ്കിലും കൂട്ടും. എന്ന് പറഞ്ഞ പോലെ അവർക്ക് വരാൻ കിട്ടിയ അവസരമല്ലേ. അത്ര വിഷമമുള്ളവനാണല്ലോ ഫസ്റ്റ് ദിവസം പോയി കാണുള്ളൂ. പിന്നെ ഉറപ്പായിട്ടും. അതായത് പണ്ട് ബ്ലാക്ക് പുറത്തായിരുന്നു, ഇപ്പൊ ബ്ലാക്ക് അകത്തായി. അതാണ് സംഭവം. നമ്മുടെ ഇവിടെ ഒന്നും അങ്ങനെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എന്നാ അവിടുത്തെ കാര്യമായിരിക്കും ഇങ്ങനെ പൊതുവെ ഒരു സംസാരം കേട്ടതൊക്കെ. അല്ലുവിന്റെ ആണേലും അതെ, അല്ലു അർജുന്റെ ഇത് ഇനി വരുമല്ലോ. അല്ലു അർജുന്റെ ഇപ്പൊ 300 കോടിയാണ് ഈ സിനിമയിലെ സാലറി, ഫഹദിന് ഇത്ര, രശ്മികയുടെ എല്ലാം പറഞ്ഞോണ്ട് ഇങ്ങനെ വരും. അതൊക്കെ പറയണൊക്കെ ജിസ് സത്യാണോ? അല്ലുവിന്റെ സാലറി 300 കോടിയൊന്നും എനിക്ക് തോന്നുന്നില്ല. ആണോ? പക്ഷെ ഓൾമോസ്റ്റ് അത്ര അടുത്ത് കാണും. അപ്പൊ അതിനകത്ത് കുറച്ചൊരു പൊലിമിക് വെച്ചിട്ടൊക്കെ ആയിരിക്കും ഇവര് ബാക്കി ഇടുന്നുണ്ടാവുക. 30% കുറച്ച് കട്ട് ചെയ്ത കറക്റ്റ് ആയിരിക്കും. അപ്പൊ ഏകദേശം അതിന് അടുത്ത് തന്നെ നിൽക്കുന്നുണ്ട്. പിന്നെ ഇതെന്താ അറിയോ, ഇപ്പൊ
നമുക്ക് ഇത് ഇറ്റ്സ് ഓൾ അബൌട്ട് മാർക്കറ്റ് അല്ലേ. ഇപ്പൊ 200 കോടി അടുത്ത പടത്തിന്റെ കച്ചവടം നടക്കാൻ പോകുന്നത് 1500 കോടിക്കാണെങ്കിൽ ഈ 200 കോടി 300 കോടിയായിട്ട് മാറും റെമ്യൂണറേഷൻ. ബിക്കോസ് അയാളുടെ പേരിലാണ് കച്ചവടം നടക്കുന്ന അയാളുടെ പേരിലാണ്. അയാളെ മാറ്റിക്കഴിഞ്ഞാൽ ആ കച്ചവടം ഇല്ല. അപ്പോൾ അയാൾക്ക് ചാർജ് ചെയ്യാമല്ലോ. പിന്നെ ഇവിടെ പൈസ ഒരു പോയിന്റ് കഴിഞ്ഞാൽ പിന്നെ അത് കാര്യമില്ല. ഭയങ്കര വലിയൊരു മാർക്കറ്റിംഗ്, ഭയങ്കര മാർക്കറ്റാണ്. നമ്മൾ ഇങ്ങനെയൊന്നും ഇന്ത്യൻ സിനിമ മാറും നമ്മൾ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. ശരിക്കും 1000 കോടി രൂപയുടെ പ്രീ കച്ചവടം സെയിൽ കഴിഞ്ഞു എന്നൊക്കെയാണ് പറയുന്നത്. സ്റ്റിൽ നമ്മൾ 30% കട്ട് ചെയ്താൽ പോലും 700 കോടി രൂപ എന്ന് പറയുന്നത് ചെറിയ നമ്മുടെ എന്റെ ആദ്യത്തെ പടത്തിന്റെ നിർമ്മാതാവ് ഡോക്ടർ സജികുമാറാണ്, ധാത്രിയുടെ ഓണർ, ധാത്രി ആയുർവേദന. ഡോക്ടർ എപ്പോഴും പറയും, നമ്മളൊരു പ്രൊഡക്റ്റ് ഇറക്കിയിട്ട് അത് വിജയിച്ച് അതിൽ നിന്ന് കാശ് വരണമെങ്കിൽ നമ്മൾ മിനിമം 3 വർഷം സ്പെൻഡ് ചെയ്യണം. ആദ്യം റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് വിഭാഗം അതിനെക്കുറിച്ച് പഠിക്കണം. പഠിച്ച് മാർക്കറ്റ് സ്ട്രാറ്റജി പഠിച്ച് നെറ്റ്വർക്കിംഗ് പഠിച്ച് ഈ പ്രൊഡക്റ്റ് ഉണ്ടാക്കി ഒരു ആഡ് ഫിലിം എടുത്ത് അത് ഇതാക്കി TV കൊടുത്ത് ഇതെന്താണ് പ്രൊഡക്റ്റ് എന്ന് ആൾക്കാരെ പഠിപ്പിച്ച് ഇത് പയ്യെ മാർക്കറ്റിലേക്ക് വിടുന്നു. 90 ദിവസം കഴിയുമ്പോഴാണ് മാർക്കറ്റിൽ വിറ്റ് പോയിട്ട് കാശ് കിട്ടുന്നത്. 3 വർഷത്തെ പരിപാടിയാണ് മിനിമം. സിനിമയുടെ പ്രത്യേകതയാണ് ഇന്ന് കാശിറക്കുന്നു, 5 മാസത്തിനുള്ളിൽ ഇത് കുട്ടിയാണാണോ പെണ്ണാണോ എന്ന് അറിയാൻ പറ്റും. അതാണ് ഇതിന്റെ പ്രത്യേകത. എനിക്കാണ് അതുകൊണ്ട് തന്നെ ആൾക്കാർ ഇത്രയധികം ആൾക്കാർ ഈ സിനിമയെ ആകർഷിക്കപ്പെട്ട് വരുന്നത്. അതെ, അത് അതിന്റെ ഒരു വലിയൊരു ഫാക്ടർ തന്നെയായിരിക്കണം. പെട്ടെന്നാണല്ലോ, പെട്ടെന്നാണ് ഫെയിം ഉൾപ്പെടെ എല്ലാം കിട്ടണം ഒറ്റയടിക്ക് പാക്കേജിൽ അല്ലേ. ഈ സിനിമയില് വിജയ് ദേവരകൊണ്ട ഉണ്ടെന്നും കേൾക്കണ്ട. ഇല്ല 2 ഞാൻ കണ്ട സീനുകളിലൊന്നുമില്ല. 3 ഞാനിപ്പോ ഒരു അതുകൊണ്ടല്ലേ പുഷ്പ 3 അതോ തന്നെയാണല്ലോ. പുഷ്പ 3ലേക്കുള്ള ലീഡ് വെച്ചിട്ടാണ് ഈ പടം തീരുന്നത്. ഉറപ്പായിട്ടും 3 കൂടെ ചെയ്യേണ്ട വരും എന്നുള്ള രീതിക്കാണ് പടം തീർക്കുന്നത്. അതും പക്ഷെ ഇതുപോലെ ഒരു 3 ഇയേഴ്സിന്റെ ഒരു ഗ്യാപ്പ് ഒക്കെ എനിക്ക് തോന്നുന്നു അല്ലു അർജുൻ ഒരിക്കലും ഇമ്മീഡിയറ്റ്ലി പോയിട്ട് 3 ചെയ്യരുത്, ശരിക്കും ചെയ്യരുത്. പേഴ്സണലി ഉള്ള ഇതാണ്. കാരണം അയാൾ എന്ന ഒരു ആക്ടർ അവിടെ പുഷ്പ മാത്രമായിട്ട് പോകും. അയാളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു 5-6 വർഷങ്ങളിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ 3 വർഷം തന്നെ പുഷ്പയ്ക്ക് വേണ്ടി പോയി. ഇനി പുള്ളി വേറെ അങ്ങ് വൈകൊണ്ടവരൊക്കെ പോലത്തെ ഒരു സംഗതി ചെയ്ത്, അല്ലെങ്കിൽ ഈ പറയുന്ന ഈ ഹൈ വോൾട്ടേജ് സാധനം മാത്രം ചെയ്താലുള്ള കുഴപ്പം മനസ്സിലായി. ഇങ്ങനെ താഴത്തേക്ക് വരണം, പോയി ചെറിയ പടം ചെയ്ത് എന്നിട്ട് അടുത്ത പടം വലുത് അങ്ങനെ ചെയ്യണം. എനിക്ക് തോന്നുന്നു മറ്റു ഡയറക്ടേഴ്സും പുറത്ത് നിൽക്കല്ലേ. മറ്റേത് അല്ലു വർഷത്തിൽ ഒരു പടമെങ്കിലും ചെയ്യുമായിരുന്നു. ഇപ്പൊ ഇങ്ങനെ 3 വർഷത്തിൽ ഒരു പടം എന്നൊക്കെ പറയുന്നത്. പക്ഷെ എന്നിട്ട് അല്ലുയുടെ പ്രൊമോഷൻ വന്നപ്പോ പറയുന്നത് ഞാൻ കേട്ടു, ഇനി ഞാൻ ഒരിക്കലും എന്റെ ഫാൻസിനെ ഞാൻ ഇത്ര അധികം വെയിറ്റ് ചെയ്യിപ്പിക്കില്ല, ഒരിക്കലും ഞാൻ ഇനി കോൺഷ്യസ്ലി ഞാൻ ഇങ്ങനെ ഒരു ബ്രേക്ക് എടുക്കില്ല, തീർച്ചയായിട്ടും ഞാൻ അതിനുള്ളിൽ തന്നെ ബാക്ക് ടു ബാക്ക് വർഷത്തിൽ ഒന്നെങ്കിലും ഞാൻ നിങ്ങൾക്ക് തരാൻ ഞാൻ ശ്രമിക്കും, ചെയ്യും എന്ന് തന്നെ പറയുന്നുണ്ടായിരുന്നു. സൂര്യ വിജയ് ആണെങ്കിൽ പോലും അവരത് ചെയ്യുന്നുണ്ട്, ഒരു വർഷത്തിൽ ഒരു പടം ചെയ്യുന്നുണ്ട്. അപ്പൊ എന്തായാലും പുഷ്പ 3 ആ ഒരു ഉറപ്പായിട്ടും ഉണ്ട്. എന്തായാലും ഉടനെ തന്നെ ഈ ഒരു ഇത്രയും ഇതില്ലാണ്ട് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാമായിരിക്കും എന്തായാലും. വേറെ സിനിമകൾ വരും. ഇനി പുഷ്പ 2 പുഷ്പയിലെയും പുഷ്പ 2 രണ്ട് ഒരു ഡയലോഗ്സും കൂടെ പറഞ്ഞാൽ പുഷ്പയിലെ ഡയലോഗ് ഇപ്പൊ ഞാൻ എവിടെ പുഷ്പ കഴിഞ്ഞു പോകുമ്പോഴും ആൾക്കാർ എന്നോട് ആവശ്യപ്പെടുമ്പോ ഞാൻ പറയുന്ന ഡയലോഗ് ഇതാണ്, പുഷ്പ എന്നാൽ ഫ്ലവർ അല്ലടാ, ഫയർ ആണ്. ഇതായിരുന്നു സാധനം. ഈ പുഷ്പ 2 വന്നു കഴിഞ്ഞപ്പോ അത് മാറി. പുഷ്പ എന്നാൽ ഫയർ അല്ല, വൈൽഡ് ഫയർ. പുഷ്പ നാഷണൽ ആണെന്ന് കരുതിയോ? ഇന്റർനാഷണൽ. പുഷ്പ ഇന്റർനാഷണൽ ആവട്ടെ അല്ലേ. ഇനി പുഷ്പ 3 വരുമ്പോഴത്തേക്ക് ഇതിന്റെ കൂടെ എന്തായിരിക്കും? മറ്റേ അതാ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, വൈൽഡ് ഫയർ. ലെറ്റ് us start മാഗി. ഇങ്ങനെ ആക്ഷൻ ചെയ്തോണ്ട് ഓട്ടോമാറ്റിക്കലി അങ്ങനെ വരുമോ? ജസ്റ്റ് കാണുമ്പോ നിങ്ങൾക്ക് ആക്ഷൻ വരുമോ? ചില ഇപ്പൊ കരഞ്ഞ സീനൊക്കെ ചെയ്യുമ്പോ അങ്ങനെ വരും. ആണല്ലേ? ഇമോഷണൽ കരഞ്ഞ സീനൊക്കെ ചെയ്യുമ്പോ നമ്മൾ തളരും. അതായത് പിന്നെ ഒരു 15 മിനിറ്റത്തേക്ക് ഡബ് ചെയ്യാൻ പറ്റില്ല, ഫുൾ എനർജി പോകും. കരച്ചിൽ നമുക്ക് ഡെയിലി ശീലമില്ലാത്തൊരു സാധനമാണ്. ചിരിച്ചിൽ ഭയങ്കര ചിരിച്ചുകൊണ്ട് പറയലും ഭയങ്കര കരഞ്ഞുകൊണ്ട് പറയലും രണ്ടും നമ്മുടെ എനർജി പെട്ടെന്ന് കിട്ടോ. ഇത്തരത്തിലുള്ള ഇങ്ങനെ സ്റ്റൈല് കാണിച്ചിട്ടുള്ള ഡയലോഗ് പറയുമ്പോ നിങ്ങളും അങ്ങനെ തന്നെ ചെയ്യോ? ഇല്ല, അതിന്റെ കാരണമുണ്ട്. തൊട്ട് മുമ്പിൽ ഇവിടെ മൈക്കായിരിക്കും, ചെയ്യാൻ പറ്റില്ല. അല്ല നമ്മള് ചിലപ്പോഴേ ഇങ്ങനെ നമ്മള് സംസാരിക്കുന്നതിനെക്കാട്ടിലും വിത്ത് ആക്ഷന്റെ കൂടെ പറയുമ്പോ അതിന്റെ ചില ഡയലോഗ്സ് ഒക്കെ അങ്ങനെ ചെയ്യാറുണ്ട്. വല്ലാണ്ട് ചിരിച്ചു പറയുന്നതും ഒക്കെ അങ്ങനെ ഉണ്ട്. അങ്ങനെ ചെയ്യേണ്ട അവസ്ഥ ഉണ്ടാവാറുണ്ട്.